ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർതൃഭ്യോ വംശഋഷിഭ്യോ നമോ ഗുരുഭ്യഃ. ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. എല്ലാവർക്കും എൻ്റെ പ്രണാമം. സനാതനധർമ്മത്തിലെ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം ഗുരു ശിഷ്യ സംവാദ രൂപം ഒട്ടേറെ കാണാറുണ്ട്. എനിക്ക് തന്നിട്ടുള്ള വിഷയവും തുടങ്ങുന്നത് ശിഷ്യന്റെ ചോദ്യം വെച്ചിട്ടാണ്. എന്താണ് ചോദ്യം? രസകരമായ ചോദ്യമാണ്. നമ്മൾ വഴി കൂടെ നടക്കുമ്പോൾ നമ്മുടെ കാലൊരു മുള്ളു കുത്തുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെടുക്കുന്നു, അല്ലെങ്കിൽ വേറൊരു മുള്ളെടുത്തിട്ട് ആ മുള്ളു കൊണ്ട് ആ മുള്ളിനെടുത്തിട്ട് രണ്ട് മുള്ളും കളയുന്നു അല്ലേ. അപ്പൊ മുള്ള് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുള്ളെടുക്കാൻ മുള്ള് ആവശ്യമുണ്ട്. പക്ഷെ മുള്ളെടുത്തു കഴിഞ്ഞാൽ ആ മുള്ളിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ഒരാൾ ചോദിക്കുകയാണ് മുള്ള ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം പറയാണ് ആവശ്യമുണ്ട്, പിന്നെ പറയാണ് ആവശ്യമില്ല എന്ന്. അപ്പൊ നമുക്ക് ഒന്നും അറിയാത്തവർക്ക് ഏത് തലത്തിൽ നിന്നാ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ആകെ കൺഫ്യൂഷനായി പോകല്ലേ. ഇതേപോലെ ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലായിരുന്നു അർജുനനും. ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ കൃഷ്ണ ഭഗവാൻ ജ്ഞാനയോഗത്തിനെ പ്രശംസിച്ചതിന് ശേഷം അർജുനന്റെ അടുത്ത് പറയാണ്, അർജുന നീ കർമ്മം ചെയ്യൂ. ജ്ഞാനയോഗത്തിനെ പുകഴ്ത്തി ജ്ഞാനിയെയും പ്രശംസിച്ചു. അതിനുശേഷം പറയാണ് അത് രണ്ടും ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് അർജുന നീ കർമ്മം ചെയ്യൂ, കർമ്മം യോഗബുദ്ധിയ ആചരിക്കൂ. അപ്പൊ അർജുനന്റെ മനസ്സിലാകെ കൺഫ്യൂഷനായി. ഭഗവാൻ ഒരു വശത്ത് പുകഴ്ത്തുന്നു, പക്ഷെ മറുവശത്ത് എന്നെ ചെയ്യാൻ പറയുന്നത് അതല്ല, മറ്റൊന്നാണ്. അതേപോലെ തന്നെ ഇവിടെ ഉദ്ധവന്റെ സ്ഥിതിയും ഒരു ഭ്രമത്തിലായിപ്പോയിന്ന്. ഇതിന് മുൻപത്തെ ഉള്ള അധ്യായങ്ങളില് 11 സ്കന്ധത്തിൽ ഉദ്ധവ ഉപദേശത്തിൽ 20ാമത്തെ അധ്യായത്തിൽ വരുന്ന ഭാഗമാണിത്. ഇതിന് മുൻ അധ്യായങ്ങള് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു, ഗുണാതീത സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ, സ്ഥിരപ്രജ്ഞന്റെ അവസ്ഥയിൽ എത്തണമെങ്കിൽ ഗുണങ്ങൾക്കും ദോഷങ്ങൾക്കും അപ്പുറം പോണം, അതാണ് ഗുണം എന്ന് പറഞ്ഞു. ഗുണത്തിനും ദോഷത്തിനും അപ്പുറം പോണം, അതാണ് നിനക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കൃഷ്ണ ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഉദ്ധവന്റെ മനസ്സിലൊരു സംശയം. എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷപ്രാപ്തിയാണ്, ആനന്ദപ്രാപ്തിയാണ്, ശാന്തി പ്രാപ്തിയാണ്, ഭഗവത് പ്രാപ്തിയാണ്. എന്ത് പര്യായവാചി ശബ്ദങ്ങൾ കൊണ്ട് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. ആ മോക്ഷപ്രാപ്തിക്ക് ഉള്ള പ്രമാണം ജ്ഞാനൈക ഗമ്യം എന്ന് പറയും. നമ്മള് ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷം പ്രാപ്യമാകുള്ളൂ. ജ്ഞാനത്തിന്റെ എവിടെന്നാ നമുക്ക് കിട്ടുക എന്ന് ചോദിക്കുമ്പോൾ വേദമാണ് അതിന്റെ പ്രമാണം. അപ്പൊ വേദത്തിലൂടെ മാത്രമേ നമുക്ക് മാർഗദർശനം ലഭിക്കുകയുള്ളൂ. വേദങ്ങളാണെങ്കിൽ പറയാണ് ഭഗവത് പ്രാപ്തിക്ക് ധർമാചരണം അത്യന്തം ആവശ്യകമാണ്. ശിവഭഗവാനെ കാണണമെങ്കിൽ ശിവക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ശിവഭഗവാനെ കാണുന്നതിന് മുൻപ് ഒരാളുടെ അപ്പോയിന്റ്മെന്റ് മേടിച്ചതിന് ശേഷം അകത്ത് കയറാൻ പറ്റുള്ളൂ. ആരാണ്? നന്ദി. നന്ദികേശ്വരനെ ദർശിച്ചതിന് ശേഷം മാത്രമേ ശിവനെ കാണാൻ സാധിക്കുകയുള്ളൂ. നന്ദികേശ്വരൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. ധർമ്മത്തിലൂടെ മാത്രമേ ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ ബ്രഹ്മപ്രാപ്തി സാധ്യമാകുള്ളൂ. ശരി, അപ്പൊ ധർമ്മം അധർമ്മം എന്നൊരു വേർതിരിവ് വേദം കാണിക്കുന്നുണ്ട്. ധർമ്മം, ഇത് ധർമ്മം, ഇത് അധർമ്മം എന്നൊരു ദ്വൈതഭാവം, അതായത് വേർതിരിവ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? മോക്ഷപ്രാപ്തിക്ക് ധർമ്മം നിനക്ക് ഗുണകരമാണ്, മോക്ഷപ്രാപ്തിക്ക് അധർമ്മം നല്ലതല്ല, ദോഷമാണ്. അപ്പോ ഗുണദോഷ ചിന്തനം വേദം ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാൻ ഇവിടെ പറയാണ് ഗുണദോഷങ്ങൾക്കും അപ്പുറം പോണമെന്ന്. അപ്പോൾ ഒരു വശത്ത് ഭഗവത് വാക്യമുണ്ട്, മറുവശത്ത് വേദവാക്യം. വേദങ്ങള് ഭഗവാന്റെ തന്നെ ശ്വാസമാണെന്ന് പറയുമല്ലോ. യസ്യ നിശ്വസിതം വേദാഹ, ഭഗവാന്റെ തന്നെ നിശ്വാസങ്ങളാണ് വേദങ്ങൾ. അപ്പൊ രണ്ടിനും ഒരു വൈപരീത്യം തോന്നുന്നത് പോലെ വേദങ്ങൾ ഗുണദോഷങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു,
ഭഗവാന്റെ വാക്യം പറയാണ് എന്താണ്? ഗുണദോഷങ്ങൾക്ക് അപ്പുറം പോയാലാണ് നിനക്ക് ഗുണം ചെയ്യുക. ഇപ്പൊ ഉദ്ധവൻ പറയാണ്, ഇത് രണ്ടിലും ഏതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? രണ്ടും തമ്മിൽ ഒരു വൈപരീത്യം കാണുന്നുണ്ടല്ലോ, കോൺട്രഡിക്ഷൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് ശരിക്കും ഇതിനൊന്ന് ക്ലാരിഫൈ ചെയ്ത് തന്നാലും, വ്യക്തമാക്കി തന്നാലും എന്തുകൊണ്ട് പറയുന്നു ഗുണദോഷങ്ങൾക്ക് അപ്പുറം പോകണം എന്ന്? അപ്പൊ ഇതിനുള്ള ഉത്തരമാണ് ഭഗവാൻ യോഗത്രയത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഭഗവാൻ പറയാണ്, ഉദ്ധവന്റെ ചോദ്യം അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വിധി പ്രതിഷേധ നിഗമോ ഹി ഈശ്വരസ്യത്തെ അവേക്ഷത്തെ അരവിന്ദാക്ഷ ഗുണം ദോഷം ച കർമ്മണാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, എല്ലാവർക്കും, മനുഷ്യർക്ക് മാത്രമല്ല ദേവന്മാർക്ക് പോലും വേദം ചക്ഷുസാണ്. നമ്മൾ നടക്കാൻ വേണ്ടി നമുക്ക് മാർഗദർശനം നൽകുന്നത് നമ്മുടെ കണ്ണുകളാണ്. അതുകൊണ്ടാണ് കണ്ണുകൾ തുറന്നതിന് ശേഷം നമ്മൾ നടക്കുന്നു, മുന്നോട്ട് നോക്കുന്നു, എന്നിട്ട് ഓരോ പടി നമ്മൾ വെക്കുന്നു. അതുകൊണ്ട് കണ്ണുകൾ നമുക്ക് മാർഗദർശികളാണ്. അതേപോലെ മനുഷ്യർക്കാണെങ്കിലും ദേവന്മാർക്കാണെങ്കിലും എല്ലാവർക്കും മാർഗദർശനം നൽകുന്നത് വേദമാണ്. വേദമാണ് ചക്ഷുസ്. പക്ഷെ ആ വേദവാക്യവും ഭഗവത് വാക്യവും തമ്മിലൊരു വൈപരീത്യം. ഗുണദോഷവിദാദൃഷ്ടി നിഗമാത്തേന ഹി സ്വതഃ നിഗമേന അപവാദഃ ഇതി ഭ്രമഃ. എനിക്ക് ഭ്രമം ഉണ്ടാവുന്നു. എന്താണ് ഇത് രണ്ടും ഏതാണ് ശരി എന്നൊന്ന് എനിക്ക് വ്യക്തമാക്കി തന്നാലും. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറയാണ്, മോക്ഷത്തിലേക്കുള്ള 3 മാർഗങ്ങളാണ് ഉള്ളത്. യോഗാസ്ത്രയോ മയാ പ്രോക്ത നൃണാം ശ്രേയോ വിദിത്സയാ ജ്ഞാനം കർമ്മ ച ഭക്തി നോപായോന്യോസ്തി കുത്രചിത്. ഭഗവാൻ പറയാണ്, മോക്ഷത്തിലേക്കുള്ള മാർഗത്തില് 3 ഉപായങ്ങൾ, യോഗങ്ങളാണുള്ളത്, മാർഗങ്ങൾ. ഒന്നാമത്തത് ജ്ഞാനയോഗം, രണ്ടാമത്തത് കർമ്മയോഗം, മൂന്നാമത്തത് ഭക്തിയോഗം. ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല എന്നാണ്. ന ഉപായഃ അന്യഃ അസ്തി കുത്രചിത്. വേറൊരു ഉപായമില്ല. ബാക്കിയെല്ലാം ഇതില് ഈ 3 അടങ്ങും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വേദങ്ങളെ 3 ഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. ഇതിൽ ഭഗവാൻ പറയാണ് മോക്ഷത്തിലേക്കുള്ള 3 ഉപായങ്ങൾ, മാർഗങ്ങള്. ആ 3 ആർക്കൊക്കെ, എന്തിനാണ് ഈ 3 വിധിച്ചിരിക്കുന്നത്? 3 മാർഗങ്ങൾ എന്തുകൊണ്ടാണ്? ഒരമ്മ പ്രിൻസിപ്പളെ കാണാൻ പോവാണ്. സ്കൂളിലെ, വിദ്യാലയത്തിലെ പ്രിൻസിപ്പളെ കാണാൻ പോവാണ്. ഈ അമ്മയ്ക്ക് 3 കുട്ടികളുണ്ട്. ഈ 3 കുട്ടികളെയും സ്കൂളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ചേർക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രിൻസിപ്പൽ ചോദിക്കുകയാണ്, മാഡം ചോദിക്കുകയാണ്, ഏത് ക്ലാസ്സിലേക്കാണ് അഡ്മിഷൻ വേണ്ടത്? അപ്പൊ അമ്മ പറയാണ്, ഓരോരുത്തർക്കും പ്രായ വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞു കുട്ടിയാണ്, ഒരു കുട്ടി മധ്യവയസ്ക, ഒരു കുട്ടി കുറച്ചുകൂടി ടീനേജർ, യങ്സ്റ്റർ എന്ന് പറയും, യുവാവാണെന്ന് പറയാം. അപ്പൊ അമ്മ പറയുമോ എല്ലാവരും ഒരേ ക്ലാസ്സിൽ ചേർത്തോളൂ എന്ന് പറയുമോ? 3 പേർക്കും 3 മാർഗം, 3 വഴിയാണ് വേണ്ടത്. അപ്പൊ പറയും, ചെറിയ കുട്ടി 2nd ക്ലാസ്, കുറച്ചുകൂടെ വലിയ കുട്ടി ഡിഗ്രിക്ക് ചേർക്കാം. മറ്റേ കുട്ടി വലിയ കുട്ടിയാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ MA ഒക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ട് എന്താ വേണ്ടേ? ഇനിയിപ്പോ ഡോക്ടറേറ്റിന് ചേരാം, PhDക്ക് ചേരാം. എന്തുകൊണ്ട് 3 മാർഗങ്ങൾ? അധികാരി ഭേദം. അപ്പൊ അധികാരികളിൽ ഭേദമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർഗവും ഭേദം വേണം. അതുകൊണ്ട് അധികാരി ഭേദമനുസരിച്ചാണ് ഭഗവാൻ ഇവിടെ യോഗത്രയങ്ങളെ ഉപദേശിച്ചിരിക്കുന്നത്. ഭഗവാൻ മാത്രമല്ല, വേദങ്ങളും. ശരി, ആർക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണോ അത് നമുക്ക് തുടരാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ പറയാണ്, നിർവിണ്ണാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു തേഷു അനിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. ഭഗവാൻ പറയാണ്, വിഷയ സുഖങ്ങളിൽ ഒട്ടും താല്പര്യമില്ല, അത്യന്ത വൈരാഗിയാണ്, വിരക്ത പുരുഷനാണ്. അങ്ങനത്തുള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ അത്യന്ത വൈരാഗി ആണെങ്കിൽ നിങ്ങൾക്കുള്ള മാർഗം ഏതായിരിക്കും? ജ്ഞാനയോഗം. ശരി, അത്യന്ത വൈരാഗ്യമല്ല ഞാൻ, അത്യന്ത ആസക്തനാണ് ഞാൻ, അങ്ങേറ്റത്തുള്ള ആസക്തിയാണ് എനിക്ക്, ഒട്ടലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മാർഗമായിരിക്കും ഞാൻ സ്വീകരിക്കേണ്ടത്? കർമ്മയോഗമാണ് നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത്. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ അവിടെ ഇല്ല, ഇവിടെ ഇല്ല അല്ലേ. തൃശങ്കു പോലെയാണ് നമ്മൾ, അത്യന്ത ആസക്തരുമല്ല, അത്യന്ത വൈരാഗ്യമാറുമല്ല. അതുകൊണ്ട് നമുക്ക് വിധിച്ചിട്ടുള്ള എന്തായിരിക്കും? മധ്യമാർഗം. അതാണ് ഭക്തിയോഗം. ഭക്തിയോഗം
അധികാരികളായിട്ടുള്ളവർക്ക് എന്താണ് ലക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഒരു രുചി, അഭിരുചി ഉണ്ടാവും. ഭഗവാനുള്ള വിശ്വാസവും ഭഗവത് കഥകൾ കേൾക്കാനുള്ള ഒരു ശ്രദ്ധയും. ഇതിൽ പറയാണ് ഭഗവാൻ യദൃച്ഛയാ മത് കഥാദൗ ജാതശ്രദ്ധസ്തുയ പുമാൻ ന നിർവിണ്ണോ ന അതിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിതഃ. ആരാണോ അത്യന്ത ആസക്തനുമല്ല അത്യന്ത വിരാഗിയുമല്ല, പക്ഷെ മധ്യഭാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അവർക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത്? ഭക്തി യോഗം. ശരി, ഇനി ഈ മൂന്നെണ്ണം എന്താണ്? ഭഗവാൻ ചുരുക്കത്തിൽ പറഞ്ഞു 3 ഉപായങ്ങളുണ്ട് മോക്ഷപ്രാപ്തിക്ക്. ഇനി അതിനെ വിശദീകരിക്കുകയാണ്. 9 ശ്ലോകങ്ങളിൽ ഓരോന്നിനെയും വിശദീകരിക്കുകയാണ്. ആദ്യം കർമ്മയോഗത്തെയും, രണ്ടാമത് ജ്ഞാനയോഗത്തെയും, അവസാനമാണ് ഭക്തിയോഗം. മേന്മയുള്ളത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് അവസാനമല്ലേ കൊണ്ടുവരുള്ളൂ അല്ലെ. നമുക്ക് സദ്യയൊക്കെ വിളമ്പുമ്പോൾ പായസമൊക്കെ അവസാനമാണ് വരിക. പ്രൊസഷനൊക്കെ പോകുമ്പോൾ, ഒരു യാത്രയൊക്കെ പോകുമ്പോൾ അവസാനമായിരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ വരിക. അതുപോലെ ഭക്തിക്ക് ഭഗവാൻ ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് അവതരിപ്പിക്കുന്നത് അവസാനം ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ സൂചിപ്പിക്കുന്നത്. ആദ്യം ഭഗവാൻ കർമ്മയോഗത്തിനെ തിരഞ്ഞെടുക്കാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് കർമ്മയോഗം? ആസക്തി നല്ലോണം ഉണ്ട് അല്ലെ, ഒട്ടലുള്ളിൽ നല്ലോണം ഉണ്ട്. കർമ്മത്തിലുമുണ്ട്, കർമ്മ വിഷയങ്ങളിലുണ്ട്, വസ്തുക്കളിലുണ്ട്, സാഹചര്യങ്ങളിലുമുണ്ട്. അപ്പൊ അവർക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? കർമ്മയോഗം നിങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതിലേക്ക് വിശദമായിട്ട് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇവിടെ പറയാണ് എന്താണ് കർമ്മയോഗം. സ്വധർമ്മസ്ഥോ യജൻ യജ്ഞൈഹി അനാശീ കാമ ഉദ്ധവ ന യാതി സ്വർഗനരകൈഹി യദ്ദി അന്യൻ സമാചരേ. ഭഗവാൻ പറയാണ് അനാശീഹി, അതായത് കർമ്മം ചെയ്യുമ്പോഴും കർമ്മഫലം പ്രാപിക്കുമ്പോഴും എങ്ങനെയായിരിക്കണം നിന്റെ സമീപനം, ഉദ്ദേശ്യം? കർമ്മം ചെയ്യുമ്പോൾ അത് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യാം. ഫലം പ്രാപിക്കുമ്പോൾ അത് പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കാം. ഇതാണ് കർമ്മയോഗത്തിന്റെ ചുരുക്കം എന്ന് പറയാം. ആർക്കാണ് വിധിച്ചിട്ടുള്ളത്? ഇതുപോലൊരു ക്യാമ്പ് നടക്കുകയാണ്. ക്യാമ്പിന്റെ വിഷയം ബ്രഹ്മസൂത്രമാണ്. ബ്രഹ്മസൂത്രം നമ്മൾ തലയുടെ മുകളിൽ കൂടെ പോകൂല്ലേ. അത്യന്തം എന്താ പറയാ, യുക്തിപൂർവമായ ചിന്തനമാണല്ലോ ബ്രഹ്മസൂത്രത്തിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരമ്മ ആ ശിബിരം മുഴുവനും അറ്റൻഡ് ചെയ്തു, പങ്കെടുത്തു അതിൽ. എന്നിട്ട് ശിബിരം എടുത്ത സ്വാമിജിയോട് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്വാമിജിനെ പേഴ്സണലായിട്ട് ഒന്ന് കാണണം, ഒരു അപ്പോയിന്റ്മെന്റ് വേണം. സ്വാമിജി പറഞ്ഞു ശരി വന്നോളൂ. അവസാനം അമ്മ വന്നു, ഇരുന്നു മുന്നിൽ. എന്നിട്ട് അമ്മ കരയാൻ തുടങ്ങി. അപ്പൊ സ്വാമിജി വിചാരിച്ചു, ബ്രഹ്മസൂത്രം പ്രഭാഷണമൊക്കെ കേട്ടിട്ട് രോമാഞ്ച പുളകിതമായി വരുന്ന കരച്ചിലായിരിക്കും. ഇത്രയൊക്കെ മനസ്സിലായല്ലോ, എല്ലാം അതാണ് ഭഗവാന്റെ കൃപയാണ്, അങ്ങയുടെ കൃപയാണ് എന്ന് പറയാൻ വന്നായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ പറയാണ്, എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അപ്പൊ നിങ്ങൾ ദയവേത് ഒരു പരിഹാരം കണ്ടുപിടിച്ചു തരണം. നിങ്ങളുടെ പ്രഭാഷണത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ, അതിൽ യുവാക്കളും ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ബ്രോക്കറായി തരുമോ? അപ്പൊ സ്വാമിജി പറയാണ്, ബ്രഹ്മസൂത്രം എവിടെ, മംഗളസൂത്രം എവിടെ? പക്ഷെ ദൃഷ്ടി എവിടെയാണ്? മംഗളസൂത്രത്തിലല്ലേ. അപ്പം എന്താണ് പറയാ, ആസക്തി, അത്യന്ത ആസക്തി അല്ലേ, മനസ്സിൽ കയറുന്നില്ല അല്ലെ. അങ്ങനെയുള്ളവർക്ക് എന്താണ്, കർമ്മങ്ങളൊന്നും ത്യജിക്കാൻ പറ്റില്ല. ആസക്തി ഉണ്ടായിക്കോട്ടെ, ഒട്ടലൊക്കെ ഉണ്ടായിക്കോട്ടെ, കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. പക്ഷെ നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം കുറച്ച് വരൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ അതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാത്തിൻ്റെയും, ഈ ലോകത്തിന്റെ മുഴുവനും ഈശ്വരൻ, ആ പ്രഭുവായ ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യൂ. പ്രസാദ ബുദ്ധിയോടുകൂടി ഫലത്തിനെ സ്വീകരിക്കൂ. നിർബന്ധ ബുദ്ധി കുറയ്ക്കൂ. എന്നാൽ എന്താ സംഭവിക്കുക? ഉള്ളില് ഇഷ്ടാനിഷ്ടങ്ങൾ കുറഞ്ഞു വരും. ഇഷ്ടാനിഷ്ടങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഭേദദൃഷ്ടി കുറഞ്ഞു വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മള് ഭക്തിയോഗത്തിനോ ജ്ഞാനയോഗത്തിനോ അധികാരികളായി തീരും എന്ന് പറയാം. എത്രത്തോളം കാലം കർമ്മം ചെയ്യണം? അതിനൊരു സമയം വേണ്ടേ? എപ്പോഴാണ് എനിക്കൊരു പ്രൊമോഷൻ കിട്ടുക? എപ്പോഴും ഞാൻ കുഞ്ഞു കുട്ടിയെ തന്നെ ഇരിക്കണോ? 2nd ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണോ? എപ്പോഴാണ് എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടാവുക എന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഭഗവാൻ, താവത് കർമാണി കുർവീത ന നിർവിദ്യേത യാവത മത് കഥാശ്രവണാദൗ വാ ശ്രദ്ധ യാവന്ന ജായത്തെ. എപ്പോഴാണോ ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഒരു അഭിരുചി ഉണ്ടാവുന്നത്, ഒരു ഇരുത്തം വരുന്നത്,
കേൾക്കുമ്പോൾ ഒരു ശ്രദ്ധയും ഉള്ളില് ഭക്തിയും പ്രേമവും ഒക്കെ നിറയുന്നത്, അപ്പോൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ചിലരുണ്ട് ഇരിക്കില്ല അല്ലെ, ഇരുത്തം വരില്ല, എന്ത് വേണമെങ്കിൽ എന്നോട് ചെയ്യാൻ പറഞ്ഞോളൂ, ഇരുന്ന് കേൾക്കാൻ മാത്രം പറയരുത്. ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഒന്നും എനിക്ക് തല്ലിൽ കയറില്ല. ചിലർ പറയുമല്ലോ, ഓ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഉള്ളില് പ്രേമം കൊണ്ട് നിറയാണ്, എനിക്ക് ഒന്നും തോന്നില്ല, എന്താ പ്രേമം എന്ന് ഒരു ഭാവവും ഒരു വികാരവും വരുന്നില്ലല്ലോ ഉള്ളില് എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് സംഭവിക്കുക? ഇങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഉള്ളിലെ ഇഷ്ടാനിഷ്ടങ്ങൾ കുറഞ്ഞു വരും. ഭേദദൃഷ്ടി മാറി വരും തോറും, ഉള്ള് ശുദ്ധമാകും തോറും, മനസ്സ് ശുദ്ധമാകും തോറും ആ ഈശ്വരനിലേക്ക് മനസ്സ് കുറച്ച് കൂടുതൽ അടുക്കാൻ തുടങ്ങും. അല്ല എങ്കിൽ ഈ ലോകത്തിനെ പറ്റിയുള്ള പ്രതിപക്ഷ ഭാവന ഉള്ളിൽ നിറയുമ്പോൾ ജ്ഞാനയോഗത്തിന് അർഹരായി തീരുന്നു, അല്ല എങ്കിൽ ഭക്തിയോഗത്തിനും അർഹരായി തീരുന്നു എന്ന് പറയാം. ശരി, ഭഗവാൻ പറയാണ് ജ്ഞാനം വിശുദ്ധമാപ്നോതി മത് ഭക്തിം വാ യദൃച്ഛയ. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ പറയാണ്, കർമ്മം ചെയ്തുകൊണ്ടിരിക്കൂ, അപ്പൊ നിങ്ങൾ ജ്ഞാനത്തിനോ ഭക്തിക്കോ തീർച്ചയായിട്ടും അർഹരായി തീരും. പിന്നെ പറയാണ് ഈ മനുഷ്യജന്മം ദുർലഭമാണല്ലോ, ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം. സ്വർഗവാസികൾ പോലും ഈ മനുഷ്യജന്മം ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് എന്ന്. നമ്മളൊക്കെ ഇങ്ങനെ അമേരിക്ക പോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും അല്ലെ, പൈസയൊക്കെ ചേർത്ത് വയ്ക്കുക, എന്നിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യും. ഓ അമേരിക്ക പോവാണ്, അമേരിക്ക റിട്ടേൺ ഒക്കെ പറയുമ്പോൾ ഓ എല്ലാവരും പറയും, ഓ അമേരിക്കൻ റിട്ടേൺ, ഫോറിൻ റിട്ടേൺ ആണ് ഇവൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഡിമാൻഡാണല്ലോ അല്ലെ. പക്ഷേ നിങ്ങൾക്ക് പലർക്കും അറിയാം, നിങ്ങളൊക്കെ കൊച്ചുമക്കളെ കാണാൻ വേണ്ടി, മക്കളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോകും പാശ്ചാത്യ രാജ്യത്ത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അയ്യോ പോരാ, നമ്മുടെ ഭാരതം പോലും ഒന്നും ആവില്ല, മതി, ഇനി ഞാൻ വരേയില്ല എന്ന് പറയൂലോ നമ്മള്. അതേപോലെയാണ് മനുഷ്യലോകർക്ക് സ്വർഗത്തിലേക്ക് പോകണം. പക്ഷെ സ്വർഗവാസികൾ പറയാണ്, മനുഷ്യജന്മമാണ് ശ്രേഷ്ഠം. എന്തുകൊണ്ടാണ് ശ്രേഷ്ഠം? സ്വർഗത്തില് മോക്ഷത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപായങ്ങള്, അതായത് എന്ത് യോഗമാണെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണമെങ്കിൽ ഈ മനുഷ്യ ശരീരം അത്യാവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരം, ദുർലഭമായിട്ടുള്ള മനുഷ്യ ശരീരം പ്രാപ്തമായിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കൂ. ഉപനിഷത്ത് തന്നെ പറയുന്നു, ഇഹ ചേത് അവേദീത് അഥ സത്യമസ്തി ന ചേതിഹ അവേദീൻ മഹതീ വിനഷ്ടിഹി എന്ന് പറയുന്നു ഉപനിഷത്ത്. എന്താണ്? ഇവിടെ വെച്ച് ഇപ്പോൾ സത്യം അറിയുകയാണെങ്കിൽ ലാഭം തന്നെയാണ്, അറിഞ്ഞില്ല എങ്കിൽ മഹതീ വിനഷ്ടി എന്നാണ്. അത്രത്തോളം ദുർലഭമായിട്ടുള്ള പ്രഷ്യസ്, അമൂല്യമായിട്ടുള്ള ജന്മമാണ് മനുഷ്യ ജന്മം. ഭഗവാൻ പറയാണ്, അതുകൊണ്ട് ഏതദ് വിദ്വാൻ പുരാ മൃത്യോഹോ അഭവായ ഘടേത സഹ അപ്രമത്ത ഇതം ജ്ഞാത്വാ മർത്യമാപ്യർത്ഥ സിദ്ധിതം. മരണത്തിന് മുൻപ് തന്നെ ഭഗവത് കഥകളിൽ രതിയോ ആ ജ്ഞാനത്തിന് അധികാരികളായി തീരാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തണം. നമുക്ക് തോന്നുന്നു, ഇപ്പൊ എനിക്ക് വയസ്സായല്ലോ, മുടിയൊക്കെ നരച്ചുവല്ലോ, ഇനി ഞാൻ വരാമോ? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക്. 50 വയസ്സൊക്കെ കഴിഞ്ഞു, 60 വയസ്സൊക്കെ കഴിഞ്ഞു, ഇനി എനിക്ക് പുരോഗമിക്കാൻ പറ്റുമോ? സാരമല്ല, ബെറ്റർ ലേറ്റ് ദാൻ നെവർ അല്ലേ. പലരും വരാത്തവരുണ്ട്, അവരെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഭാഗ്യവാന്മാര് തന്നെയാണ്. എന്നാലും ലേറ്റ് ആയിട്ട് തുടങ്ങിയാലും അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. ഈ ജന്മത്തിൽ നേടാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സംസ്കാരം അടുത്ത ജന്മത്തിലും നമുക്ക് തീർച്ചയായിട്ടും വരും. പക്ഷെ അങ്ങനെയുള്ള ചിന്തയും പാടില്ല എന്ന് ഭഗവാൻ പറയാണ്. നമ്മൾ പറയാണ്, മനുഷ്യജന്മം കിട്ടി, കുറച്ചൊക്കെ ഭഗവത് കഥകളിൽ രതിയുമുണ്ട്, കുറച്ചൊക്കെ വൈരാഗ്യവും ഉണ്ട് ഉള്ളില്, അപ്പൊ കുറച്ച് സുഖങ്ങളും ആസ്വദിക്കാം, മോക്ഷവും ആകാം. 2 കാലം 2 ബോട്ട് വയ്ക്കുന്ന പോലെ അല്ലെ. ചിലർ പറയുമല്ലോ, എങ്ങനെയായിരിക്കണം? മോക്ഷത്തിന് അത്യന്ത ആഗ്രഹം വേണം എന്നാ. എങ്ങനെയാണോ മുടി തീ പെട്ട് കഴിഞ്ഞാല് നമ്മള് കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ, എന്നിട്ട് ഞാൻ പോയി അത് അണയ്ക്കാന്ന് നമ്മൾ പറയോ, അപ്പം പോണം അല്ലെ അത് അണയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ആയിരിക്കണം വൈരാഗ്യം, മോക്ഷത്തിനുള്ള ആഗ്രഹം. കുറച്ച് ഞാൻ ആസ്വദിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ഒരുമിച്ച് പോകാം, അങ്ങനെയും പറയരുത് എന്നാണ്. അതും ഒരു പ്രശ്നമാണ്. പിന്നെ ചിലര് പറയും, എന്താണ്, മനുഷ്യജന്മം, ഈ ജന്മം കിട്ടിയല്ലോ, ഇത്രയെങ്കിലും കിട്ടിയല്ലോ, ഇനി അടുത്ത ജന്മത്തിലാവാം. പറയാൻ അടുത്ത ജന്മം എന്ന് വെക്കരുത് എന്നാണ്. എന്തുകൊണ്ട്? അടുത്ത ജന്മം ഏത് യോനിയിലായിരിക്കും പറക്കാൻ നമുക്ക് അറിയേയില്ല. ചിലപ്പോൾ സർപ്പമായിട്ടായിരിക്കും, നഹുഷനെ പോലെ.
നമ്മുടെ ഉള്ളിലുള്ള വാസന ഏതാണ് ഫലിക്കുക അപ്പോൾ എന്നറിയില്ല. അതുകൊണ്ട് അടുത്ത ജന്മം എന്നുള്ളൊരു ഓപ്ഷനേ കൊടുക്കരുത്. എപ്പോഴും മനസ്സിൽ എന്താ വേണ്ട, ഇപ്പോൾ ഈ ജന്മം ഇവിടെ വെച്ച് ഞാൻ എന്തായാലും അതിനുവേണ്ടി ശ്രമം നടത്തിയിരിക്കും, നേടിയിരിക്കും എന്നൊരു ദൃഢനിശ്ചയം ഉള്ളില് വേണം. ശരി, ഇതിലൊരു എക്സാമ്പിൾ ഉദാഹരണം പറയാണ്. ഛിദ്യമാനം യമൈഹി ഏതൈഹി കൃതനീടം വനസ്പതിം ഖഗഃ സ്വകേതം ഉത്സൃജ്യ ക്ഷേമം യാതിഹി അലംപടഃ. ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ ഒരു ശാഖയില് ഒരു പക്ഷി കൂട് കെട്ടി വസിക്കുകയാണ്. അപ്പോൾ ഒരു കാട്ടാളൻ വന്നിട്ട് മുറിക്കുകയാണ് ആ വൃക്ഷത്തിന്. ഏത് ശാഖയിലാണോ ഈ പക്ഷി കൂട് കെട്ടിയിരിക്കുന്നത് ആ ശാഖയെ തന്നെ മുറിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യാ? പക്ഷി നല്ല ശ്രദ്ധാലുവായിട്ടിരിക്കുന്നു. എപ്പോഴാണ് എൻ്റെ കൂട് നശിച്ചു പോവാന്നറിയില്ല, വീണു പോവാന്നറിയില്ല, അതുകൊണ്ട് അതിന് മുൻപേ ഞാൻ രക്ഷപ്പെടണം എന്ന് വെച്ചിട്ട് അത് പറന്നു പോകൂലെ. നമ്മുടെ എല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ്. ഈ സ്ഥൂല ശരീരമാകുന്ന വൃക്ഷത്തിൽ ജീവനാകുന്ന പക്ഷി കൂട് വെച്ച് സുഖമായിട്ട് വസിക്കുകയാണ്. പക്ഷെ ഒരു കാട്ടാളൻ, യമനാകുന്ന കാലനാകുന്ന കാട്ടാളൻ തുടങ്ങിക്കഴിഞ്ഞു വെട്ടാനല്ലേ. എപ്പോഴാണ് തുടങ്ങിയത്? നമ്മൾ ജനിച്ച നിമിഷം മുതൽ തുടങ്ങി വെട്ടാൻ. ഓരോ നിമിഷം പോകുന്തോറും ഓരോ നിമിഷം പോവാണ്, ആയുസ്സൊന്ന് കുറയാണ് അല്ലെ. ഓരോ ഹൃദയമിടിപ്പ് ടപ് 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 ടപ്പുമ്പോൾ അത്രയും മിടിപ്പ് നമ്മുടെ ആയുസ്സൊന്നും കുറയ്ക്കുകയാണ്. പക്ഷെ നമ്മൾ ജന്മദിനമൊക്കെ ആഘോഷിക്കുമല്ലേ, ആഹാ ഓ ഹാപ്പി ബർത്ത്ഡേ, ജന്മദിന ആശംസകൾ. പക്ഷെ ശരിക്കും അന്ന് നമ്മൾ എന്താ ചെയ്യേണ്ട? ഒരു പടി യമരാജന്റെ അടുത്തേക്ക് നമ്മൾ അടുക്കാണ് എന്നൊരു ബുദ്ധിയായിരിക്കണം നമുക്കുള്ളില് തോന്നേണ്ടത്. അപ്പൊ ഇവിടെ പറയാണ്, ആ പക്ഷി ബുദ്ധിപൂർവകമായ നിശ്ചയം ചെയ്തു, അതില് പ്രവർത്തിക്കുകയും ചെയ്തു. അതേപോലെ നമ്മളും സദാ ജാഗരൂകരായിരിക്കണം. ഈ ശരീരം നമ്മളെ വിട്ട് പോകുന്നതിന് മുൻപ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമവും നമ്മൾ നടത്തണം എന്ന് പറയാണ്. അഹോരാത്രൈശ്ചിദ്യമാനം ബുദ്ധായുർഭവ ഭയവേപതുഹു മുക്തസംഗ പരം ബുദ്ധ്വാ നിരീഹ ഉപശാമ്യതി. ഈ പക്ഷിയെ പോലെ തന്നെ അഹോരാത്രം നമ്മുടെ ആയുസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിനയാമിന്യൗ സായം പ്രാതഃ ശിശിരവസന്തൗ പുനരായാതഃ കാല ക്രീഡതി ഗച്ഛത്യായുഃ തദപി ന മുഞ്ചതി ആശാവായുഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്ന് ഭഗവാൻ പറയാണ്. അതേപോലെ തന്നെ ഇവിടെയും ഉപദേശം നൽകാണ്. 17ാമത്തെ ശ്ലോകത്തിൽ ഒരു പ്രശസ്തമായ ഒരു ശ്ലോകമാണ്. എന്താണ് അതിൽ പറയുന്നത്? നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ദിം ന തരേത് സ ആത്മഹാ. ഇവിടെ മനുഷ്യജന്മം, ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞു. ഈ സംസാര സാഗരം അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ഉത്തമമായിട്ടുള്ള തോണി, തരണിയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ്? ഈ ശരീരമാകുന്ന സാധന അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഉത്തമമായിട്ടുള്ള മനുഷ്യ ശരീരം ലഭിച്ചു കഴിഞ്ഞു. അപ്പം തോണി റെഡിയാണ്. ഇനി തോണിക്കാരൻ വേണ്ടേ? നമുക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ട്മാൻ, കപ്പിത്താൻ എന്ന് പറയും. തോണിക്കാരൻ ആരാണ് ഇവിടെ? ഗുരുകർണധാരം. ഗുരു, ശ്രേഷ്ഠമായ ഗുരുവും നമുക്ക് ലഭ്യമായിരിക്കുന്നു. അത് തന്നെ വലിയൊരു ഭാഗ്യം. ഇപ്പൊ ഗുരുവാകുന്ന ആ ശ്രേഷ്ഠമായ കപ്പിത്താൻ, തോണിക്കാരനും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നീടോ കൊടും കാറ്റ് വീശിക്കഴിഞ്ഞാലോ ഈ ഓഖി ദുരന്തം, അതുപോലെ കാറ്റ് വീശിക്കഴിഞ്ഞാലോ നമുക്ക് പ്രതികൂലമായ, നമ്മൾ ഏത് ദിശയിലാണോ സഞ്ചരിക്കുന്നത് അതിൽ നിന്നും പ്രതികൂലമായ ദിശയിലേക്ക് നമ്മളെ കൊണ്ടുപോയാലോ പ്രശ്നമാകും. അതുകൊണ്ട് ഭഗവാൻ പറയണം, അതുമില്ല, അതും അനുയോജ്യം തന്നെയാണ് നിനക്ക്. എന്ത് കാറ്റാണ് അനുയോജ്യമായിരിക്കുന്നത്? ഭഗവാന്റെ കരുണയാകുന്ന കാറ്റ്. മയാ അനുകൂലേന നഭസ്വതേരിതം. ഞാൻ എൻ്റെ കരുണാ വായു, ആ കാറ്റും അനുകൂലമായ തരത്തിൽ തന്നെ വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും 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 എന്ന് ഭഗവാൻ പറയാണ്. എന്നിട്ടും ശ്രമം നടത്തിയില്ലെങ്കിൽ നമുക്ക് പറ്റിയ പേരാണ് നൽകിയിരിക്കുന്നത്. എന്താണ്? ആത്മഹാ. നമ്മള് ആത്മഹത്യയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? നമ്മുടെ ഉള്ളില്
പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മതത്വത്തിനെ നമ്മൾ അവഗണിക്കുന്നത് പോലെയാണ്. അത് ആത്മഹത്യക്ക് തുല്യം തന്നെയാണ്. അതുകൊണ്ട് പറയാണ് ഭഗവാൻ, അങ്ങനെയുള്ള വ്യക്തികളാണ് ശരിക്കും ആത്മഹത്യ ചെയ്യുന്നത്. ഇത്രയും നല്ല സ്വർണ്ണ അവസരം കിട്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ എന്താ പറയാ? ശരി, അപ്പൊ ഭഗവാൻ കർമ്മയോഗത്തിന് ചുരുക്കമായിട്ട് പറഞ്ഞു. ഇനി പറയാണ്, ശരി, ഇനി ഞങ്ങൾ ആ കാറ്റഗറിയിലല്ല കേട്ടോ, അത്യന്ത ആസക്തരല്ല ഞങ്ങള്, നല്ലോണം വൈരാഗ്യമുണ്ട്, നല്ല വിരാഗികളാണ് ഞങ്ങള്. വിഷയങ്ങളില്, വസ്തുക്കളില്, വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ ഒന്നും ലവലേശം പോലും ഒട്ടലില്ല, ആഗ്രഹങ്ങളും ഇല്ല. കർമ്മത്തിലും കർമ്മഫലങ്ങളിലും ആഗ്രഹം ഇല്ല. അങ്ങനെയുള്ള വൈരാഗികളാണെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടും? അപ്പൊ ഭഗവാൻ പറയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജ്ഞാനയോഗത്തിന് അർഹരാണ്. യദാരംഭേഷു നിർവിണ്ണോ വിരക്ത സംയതേന്ദ്രിയ അഭ്യാസേനാത്മനോ യോഗി ധാരയേത് അചലം മനഃ. അടുത്ത യോഗത്തിലേക്ക് ഭഗവാൻ കടന്നിരിക്കുകയാണ്, ജ്ഞാനയോഗം. ഇതിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ, മോക്ഷത്തിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ, നമ്മുടെ ചിദാനന്ദ സരസ്വതി സ്വാമിജിയുടെ വ്യാഖ്യാനമുണ്ട് ഭാഗവതത്തില്. സ്വാമിജി നല്ല രസമായിട്ടുള്ള ഇതില് നൽകിയിരിക്കുകയാണ്. അപ്പൊ പറയാണ്, മോക്ഷത്തിലേക്കുള്ള മാർഗത്തിലേക്ക് തുടക്കപ്പടി കർമ്മയോഗമാണെങ്കിൽ, കർമ്മം യോഗത്തിന് ശേഷം ഭക്തിയിലൂടെയും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താം, ജ്ഞാനത്തിലൂടെയും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താം. പക്ഷെ ആദ്യം കർമ്മയോഗം, പിന്നീട് ഭക്തിയാകാം, ജ്ഞാനമാകാം, അവസാനത്തെ ലക്ഷ്യത്തിലേക്ക് എന്തായാലും നമ്മൾ എത്തും. രണ്ടാമത്തത് എന്താണ് ജ്ഞാനയോഗം എന്ന് സൂചിപ്പിക്കുകയാണ്, വൈരാഗ്യം. ശരി, വൈരാഗികളാണ് എന്നെങ്ങനെ അറിയാം? വൈരാഗ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് വൈരാഗ്യം ജനിക്കുക? അതിന് കുറച്ച് കുഞ്ഞു ടിപ്സ് പറയാണ്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ ദോഷദൃഷ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷ ഭാവന. എന്താണ് പ്രതിപക്ഷ ഭാവന? സാധാരണ നമ്മൾ ഈ കാണുന്ന ലോകത്തിൽ വസ്തുക്കളില്, വ്യക്തികളില്, വിഷയങ്ങളില് സുഖ അധ്യാസമാണ് നടത്തുന്നത്. ഇത് എനിക്ക് അനുയോജ്യമാണ്, ഇതെനിക്ക് സുഖത്തിനെ പ്രദാനം ചെയ്യും എന്ന്. പക്ഷെ അതിൽ നിന്നും വിപരീതമായ ഒരു ദൃഷ്ടി നമ്മൾ ഉള്ളിൽ കൊണ്ടുവരണം. അതിനാണ് പ്രതിപക്ഷം. സർക്കാരിന് പ്രതിപക്ഷം ഉണ്ടാവും അല്ലെ? പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? സർക്കാർ എന്ത് ചെയ്താലും അതിന് നേരെ വിപരീതം പറയും അല്ലെ? അതാണല്ലോ പ്രതിപക്ഷം. അതേപോലെ ഈ ജഗത്തിനോട് പ്രതിപക്ഷ ഭാവന പുലർത്തുക. എങ്ങനെയാ സാധ്യമാവുക? ലോകത്തിലുള്ള ഏത് സുഖങ്ങൾ വേണമെങ്കിലും എടുത്തോളൂ, ആ സുഖങ്ങളിലെല്ലാം 3 വിധ ദോഷങ്ങളുണ്ട്. എന്തൊക്കെയാണ് 3 വിധ ദോഷങ്ങൾ? ഏത് സുഖമാണ് എടുത്തോളൂ. ഒന്നാമത്തെ ദോഷം ദുഃഖ മിശ്രിതത്വം. എന്താണ് ഒന്നാമത്തെ ദോഷം? ദുഃഖ മിശ്രിതത്വം. ഏത് സുഖം വേണമെങ്കിലും എടുത്തോളൂ, ആ സുഖത്തില് ഫ്രീ ആയിട്ട് ഒന്ന് കിട്ടും. എന്താണ്? ദുഃഖം കൂടി കിട്ടും. ഫ്രീ ആണ്. പക്ഷെ സാധാരണ നമ്മൾ ഫ്രീ മേടിക്കുമ്പോൾ ഫ്രീ വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ വേണ്ട അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കമ്പൽസറി ആയിട്ട് സ്വീകരിച്ചേ മതിയാവും. സുഖം അനുഭവിക്കണം എങ്കിൽ ദുഃഖം തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ഉണ്ടാവും. അത് മാറ്റിമറിക്കാൻ പറ്റില്ല. അതാണ് ദുഃഖ മിശ്രിതത്വം. അതെങ്ങനെയാണ് വരിക? അതിൻ്റെ ഒരു തലമുണ്ട്. ലാഭേ ദുഃഖം. ഏതൊരു വസ്തു, വിഷയം ഇല്ലാത്തത്, എനിക്ക് ഇല്ലാത്തത്, അലഭ്യമായിട്ടുള്ള വിഷയത്തിനെ ഞാൻ പ്രാപിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നും അല്ലെ? പക്ഷെ അത് നേടിയെടുക്കാനുള്ള ദുഃഖം, ആർജനേ ദുഃഖം. ഒരു വീട് പണിയണമെങ്കിൽ എനിക്കൊരു വീടുണ്ടായി, എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷെ അത് പണിതെടുക്കാനുള്ള ഒരു കഷ്ടപ്പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ? എന്ന് വൈകുന്നേരം ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ചോർച്ച, ഇവിടെ ചോർച്ച, അതാ ഇവിടെ ഇടിഞ്ഞു വീണു, അവിടെ ഇടിഞ്ഞു വീണു. ചിലപ്പോൾ വാഷ് ബേസിന്റെ അടിയിലായിരിക്കും കിടക്കുക, കാരണം അവിടെ ലീക്കിങ്. ചിലപ്പോൾ ബാത്റൂമിന്റെ ഉള്ളിലായിരിക്കും കിടക്കുക. അങ്ങനെ പ്രശ്നം. ആർജനെ എന്താർജിക്കണമെങ്കിലും അതിലൂടെ ഒരുപാട് ദുഃഖമുണ്ട്. പിന്നീടോ സംരക്ഷണേ ദുഃഖതരം. സംരക്ഷിക്കാനോ അതിലും കൂടുതൽ പ്രശ്നമാണല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എടുക്കാം, കല്യാണം തന്നെ അല്ലേ? കല്യാണം കഴിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ലല്ലോ അല്ലേ? പക്ഷെ അത് സംരക്ഷിച്ചു കൊണ്ടുപോകാനോ എന്തൊരു കഷ്ടമാണല്ലേ? അതുപോലെ ഏതൊരു ബന്ധവും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നല്ല കഷ്ടപ്പാട് തന്നെയാണ്. ശരി, അവസാനോ എന്ത് വസ്തുക്കളോ വ്യക്തികളോ വിഷയങ്ങളോ ആയിക്കോട്ടെ, ഒരു ദിവസം നമ്മൾ വിട്ടു പോകും.
പിരിയുമ്പോഴുള്ള ദുഃഖം എങ്ങനെയായിരിക്കും? നഷ്ടേ ദുഃഖതമം. ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കും അത്. അതുകൊണ്ടാ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ പ്രിയപ്പെട്ട വസ്തുക്കള് നമ്മുടെ ഹിതശത്രുവാണ് എന്ന്. ഹിതശത്രു, നമുക്ക് ഹിതത്തിനെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവർ പിരിഞ്ഞു പോകുമ്പോൾ എന്താ തരുന്നത് നമുക്ക്? എന്താ പ്രദാനം ചെയ്യുന്നത്? ദുഃഖം ആരാ പ്രദാനം ചെയ്യുന്നത്? നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യോ? ശത്രുക്കളല്ലേ ചെയ്യുന്നത്? അതുകൊണ്ട് അവരൊക്കെ എന്താണ്? ഹിതശത്രു. എല്ലാ സുഖത്തിലും ഈ ഒരു ദോഷം, ദുഃഖ മിശ്രിതത്വം ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? എല്ലാത്തിലും ഉണ്ടല്ലേ. ശരി, ഇനി അടുത്തിലേക്ക് കടക്കാം. അത് കുറച്ചുകൂടി ആഴമുള്ളതാണെന്ന് പറയാം. എന്താണ് അതൃപ്തികരത്വം? അതൃപ്തികരത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവില്ല അല്ലേ. ഈ സുഖങ്ങളൊക്കെ നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് അനുഭവിക്കുന്നു. പക്ഷെ എന്നാലും നമുക്ക് തോന്നുമോ? ഇല്ല, ഒരു പ്രാവശ്യം കൂടി, ഈ ജന്മത്തിൽ കൂടി കല്യാണം കഴിക്കാം, ഈ ജന്മത്തിലൂടെ പേരക്കുട്ടികൾ, ഈ ജന്മത്തിലൂടെ എനിക്ക് ചുരിദാർ ധരിക്കണം അല്ലേ. ഒരമ്മയ്ക്ക് ഒരു മുത്തശ്ശിക്ക് 100 വയസ്സ് കഴിഞ്ഞു. അപ്പൊ പേരക്കുട്ടി മുത്തശ്ശിക്ക് ഒരു ചുരിദാർ കൊണ്ടു കൊടുത്തു. അപ്പൊ മുത്തശ്ശി കരയാൻ തുടങ്ങി. പേരക്കുട്ടി ചോദിച്ചു, എന്താ മുത്തശ്ശി കരയുന്നത്? ഇനി അടുത്ത വർഷം ഇതുപോലെ ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങ് ഉണ്ടാവോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടാണോ കരയുന്നത് മുത്തശ്ശി പറയാണ്, ഇല്ല, അടുത്ത വർഷം എനിക്ക് ഇതുപോലെ സമ്മാനം തരാൻ നീ ഉണ്ടാവോ ഇല്ലയോ എന്നാണ് ഞാൻ ചിന്തിച്ചത് എന്ന്. അത്രത്തോളമാണ് ആഗ്രഹങ്ങളല്ലേ. എത്ര അനുഭവിച്ചാലും മതിയാവില്ല. പല്ലൊക്കെ പോയി എന്നിട്ടും മുറുക്ക് തിന്നാൻ ആഗ്രഹം. ഷുഗർ അങ്ങേയറ്റാണ്, എന്നാലും മൈസൂർ പാക്കും ജിലേബിയൊക്കെ കഴിക്കണം. അതുകൊണ്ട് ഇൻസുലിൻ കുത്തിവെക്കും. എന്നിട്ട് അങ്ങനെയെങ്കിലും എനിക്ക് കഴിക്കാലോ, കഴിക്കൂ. ഇതാണ് അതൃപ്തികരത്വം. 10 ലഭിച്ചാൽ 100 ദാഹം, 100,000 മോഹം, 1000 10,000 ആശയ്ക്കുലകിതിൽ അളവുണ്ടാമോ? ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേ ഉലകിൽ. രണ്ടാമത്തെ ദോഷം എന്താണ്? അതൃപ്തികരത്വം. എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും മതിയാവില്ല. ശരി, ഇനി മൂന്നാമത്തതോ? ഏറ്റവും അപകടകരമാണ് മൂന്നാമത്തത്, ബന്ധകത്വം. ഏതിനോടാണോ ഞാൻ ഇഷ്ടപ്പെടുന്നത്, ഏതിനെയാണോ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ അടിമകളായി നമ്മൾ തീരുന്ന. അതില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പൊ എന്തായിരിക്കും ഫോർമുല? ഞാൻ പ്ലസ് അത് ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. എനിക്ക് സുഖം വേണമെങ്കിൽ, പൂർണ്ണത വേണമെങ്കിൽ അതും കൂടെ വേണമല്ലേ. പക്ഷെ ശരിക്കും എന്താണ് നമ്മുടെ സ്വരൂപം? ഞാൻ സുഖസ്വരൂപമാണ്, ഞാൻ ആനന്ദ സ്വരൂപമാണ്. പക്ഷെ എന്തായി? ഒന്നും കൂടി വേണം, ഇതും കൂടി വേണം, എന്നാലേ എനിക്ക് സുഖം കിട്ടുള്ളൂ. അപ്പൊ എന്തായി? അടിമകളായി തീരുന്നു. അതില്ലാതെ എനിക്ക് പറ്റില്ല. ബന്ധകത്വം, ബന്ധനത്തിൽ നമ്മൾ പെടുന്നു. ഏറ്റവും അപകടകരല്ലേ. അപ്പൊ എല്ലാവിധ സുഖങ്ങളിലും ഈ 3 വിധ ദോഷങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം ദോഷയുക്തമായിട്ടുള്ള സന്തോഷമാണോ, അതോ ദോഷലവലേശ സ്പർശമില്ലാത്ത ആനന്ദമാണോ എനിക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ദോഷരഹിതമായിട്ടുള്ള, ദോഷത്തിന്റെ ദുഃഖത്തിന്റെ ലവലേശം പോലും ഇല്ലാത്ത ആനന്ദമാണ് എല്ലാവരും കാക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടേ? ഇതാണ് ദോഷദൃഷ്ടി. ലൗകിക സുഖങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് അതിൽ നിന്നും പിന്മാറൂ. അതെനിക്ക് ശാശ്വതമായ സന്തോഷം തരില്ല. ഇത് ഒരു രീതി, വൈരാഗ്യം വളർത്താൻ വേണ്ടി. വേറൊരു രീതിയുണ്ട്. എങ്ങനെയാണ്? വസ്തുക്കളിലുള്ള അസ്തിത്വ അധ്യാസം എന്താണ്? ഒരിക്കലും ഒരു സ്വാമിജി ഭിക്ഷയ്ക്ക് പോയി ഒരു വീട്ടില്. ഇതുപോലെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആകാറെ 6-7 മണിയോടെ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. സ്വാമിജിക്കാണെങ്കിൽ പഴമൊക്കെ നല്ല ഇഷ്ടമാണ്. ചിലർ പഴ ഉണ്ണികളായിരിക്കുമല്ലോ. എൻ്റെ അമ്മ എന്നെ പറയും പഴമുണ്ണിയാണ്. എന്ത് കറുത്ത രീതിയിലുള്ള പഴമാണെങ്കിലും നമ്മൾ കഴിക്കും. ചിലർക്ക് നല്ല മഞ്ഞ നിറത്തിലുള്ള തൊലിയൊക്കെ ആണെങ്കിൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. ചിലരങ്ങനെയല്ല, എന്ത് തരത്തിൽ ചീഞ്ഞളിഞ്ഞ പഴമാണെങ്കിലും അവർ കഴിച്ചോളൂ. അതുപോലെ സ്വാമിജിക്ക് പഴപ്രിയനായിരുന്നു സ്വാമിജി വീട്ടിലേക്ക് പോയ ഉടനെ ഒരു ബാസ്ക്കറ്റിൽ കുട്ടയിൽ നല്ല പഴങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വിശക്കുന്നുണ്ടല്ലോ, ഓടി അങ്ങോട്ട് ഒരു പഴം എടുത്ത് കഴിക്കാൻ വേണ്ടി ഓടിപ്പോയി. എന്നിട്ട് അത് സ്വീകരിക്കാൻ വേണ്ടി എടുക്കാൻ പോയപ്പോഴത്തേക്കും എന്ന് പറഞ്ഞിട്ട് ഏത് സ്പീഡിലാണോ പോയത് അതേ സ്പീഡിൽ തിരിച്ചു വന്ന് സോഫയിലിരുന്നു.
എന്താ സംഭവിച്ചേ? അത് പ്ലാസ്റ്റിക് പഴമായിരുന്നു. പ്ലാസ്റ്റിക് പഴമായിരുന്നു. പ്ലാസ്റ്റിക് പഴം സത്യമാണോ? സത്യമാണ്. പക്ഷെ അത് എനിക്ക്, ഞാൻ ആവശ്യപ്പെടുന്ന തരൂ, എനിക്ക് തരില്ല. നമ്മള് ഈ വസ്തുക്കളിലെ വിഷയങ്ങളുടെ പിന്നാലെ എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണ്, അത് അസ്തി എന്നുള്ളൊരു അധ്യാസം നടത്തുന്നു നമ്മൾ. അധ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില നമ്മുടെ ഭാഗവതം തുടങ്ങുന്ന തന്നെ അതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു കഥയിലൂടെയാണ്. നമ്മുടെ ശമീക മഹർഷിയുടെ കഴുത്തില് പരീക്ഷിച്ചു കൊണ്ട് പാമ്പിനെ ഇടുമല്ലോ അല്ലേ, ഇല്ലേ? പാമ്പിനെ ഇടുമല്ലോ അല്ലേ? അപ്പൊ എന്താ ചെയ്യുന്നത് അവിടെ? അത് അധ്യാസമാണ്. ശരീരം, ഈ ജഡമായ ശരീരം, ശമീക മഹർഷി പരബ്രഹ്മത്തിന്റെ തത്വമാണ്, ആ പാമ്പ് ജഡത്തിന്റെ പ്രതീകമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സത്യസ്വരൂപികളാണ്, ആനന്ദ സ്വരൂപികളാണ്. ആ ആനന്ദ സ്വരൂപത്തിന്റെ മുകളില് എന്താ അധ്യാസം ചെയ്യുന്നു? ഈ ജഡമായിട്ടുള്ള ശരീര മനോബുദ്ധിയാദികളെ നമ്മൾ ആരോപിക്കുന്നു. ഇതാണ് അധ്യാസം. അതേപോലെ തന്നെ ലൗകിക വിഷയങ്ങളിലെ വസ്തുക്കളില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ഉണ്മയാണ്, വാസ്തവമാണ്, സത്യമാണ്, എക്കാലവും ഉണ്ടാവും, എനിക്കിത് സുഖത്തിനെ പ്രദാനം ചെയ്യാൻ അതിന് സാധിക്കും എന്നുള്ളൊരു ബുദ്ധി ഉള്ളിലുള്ളിടത്തോളം കാലം അതിന്റെ പിന്നാലെ നമ്മൾ പോവും. വൈരാഗ്യം ഒട്ടും വരില്ല. സത്യമല്ല എന്ന് പറയുമ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ? ആരെപ്പ വേണമെങ്കിലും പോവാം. എവിടേക്ക്? യമലോകത്തിലേക്ക്. അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിന്നും ശാശ്വതമായ സന്തോഷം നമുക്ക് ലഭ്യമാകില്ല. ഒരു സ്വാമിജി ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു കാർഡ് ബോർഡ് ചെയറിന്റെ ഉദാഹരണം. നിങ്ങളൊക്കെ സുഖമായിട്ട് ഇവിടെ ഇരിക്കുകയാണ്, ചെയറിൽ പ്ലാസ്റ്റിക് ചെയർ ആയതുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എല്ലാം കാർഡ് ബോർഡ് ചെയർ കൊണ്ട് നിറച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വരുമ്പോൾ എല്ലാവരും പറയണം ഇരിക്കൂ. നിങ്ങൾ ഇരിക്കുവോ? എന്തുകൊണ്ടിരിക്കില്ല? കാർഡ് ബോർഡ് ചെയറാണ്. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ വീണു പോകൂല്ലേ? അപ്പൊ കാർഡ് ബോർഡ് ചെയർ എന്തിനും നമ്മൾ ഉപയോഗിക്കാം, പക്ഷേ ഇതിൽ ചാരാൻ പാടില്ല. അതേപോലെ ലോകം ഉപയോഗപ്രദം തന്നെയാണ്, പക്ഷെ മാനസികമായി നമ്മൾ അതിൽ ചാരിക്കഴിഞ്ഞാല് അതെപ്പ വേണമെങ്കിലും നമ്മളെ ചതിച്ചിട്ട് പോയി കളയാം. അപ്പൊ നമ്മള് ഹൈ ആൻഡ് ഡ്രൈ ആയി തീരുന്നതാണ്. ആകെ നമ്മൾ ശോകത്തില് ആണ്ടുപോകും. അപ്പൊ ഇങ്ങനെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് വൈരാഗ്യം ഉള്ളില് ഉദിക്കാം. വേറൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു രീതി, രമണ മഹർഷിയുടെ ആശ്രമത്തില് മഹർഷി ഉണ്ടായിരുന്ന സമയം കുറച്ച് അണ്ണാൻ കുഞ്ഞുങ്ങള് പുറത്ത് ഉണ്ടായിരുന്നു. മഹർഷി എന്ത് ചെയ്തു? ആ കുഞ്ഞുങ്ങളെടുത്ത് ഹാളിന്റെ ഉള്ളിലേക്ക് സുരക്ഷിതമായി വെച്ചു. അപ്പൊ കുട്ടികളല്ലാതെ ചഞ്ചല ഹൃദയന്മാരാണല്ലോ. ഏത് കുട്ടിയാണെങ്കിലും, മൃഗത്തിന്റെ കുട്ടിയാണെങ്കിലും മനുഷ്യ കുട്ടിയാണെങ്കിലും ചഞ്ചല ബുദ്ധികളാണല്ലോ, ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. അപ്പൊ ഈ അണ്ണാൻ കുഞ്ഞുങ്ങളൊക്കെ മഹർഷി കൊണ്ടുവന്നിട്ട് ആ സോഫയില് അല്ലെങ്കിൽ താഴെ കിടത്തും. പക്ഷെ കുട്ടികളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടാൻ തുടങ്ങും, ഹാളിൽ നിന്ന് പുറത്ത് പോവും. അപ്പം പുറത്തു പോയി കഴിഞ്ഞാൽ മഹർഷി വീണ്ടും പോവും, എടുത്തുകൊണ്ട് വരും, എന്നിട്ട് ഹാളിന്റെ ഉള്ളിൽ എടുത്ത് വെക്കും. അവർ വീണ്ടും പോവും, മഹർഷി വീണ്ടും കൊണ്ടെടുത്ത് വെക്കും. അപ്പൊ ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, മഹർഷി ഞാനിത് കാണുന്നുണ്ട്, ഓരോ പ്രാവശ്യവും ഇവര് പുറത്തു പോകുന്നു, നിങ്ങൾ ആ അണ്ണാൻ കുഞ്ഞുങ്ങളെ ഉള്ളിൽ കൊണ്ടാക്കുന്നു, ഇതെന്താണ് ഇങ്ങനെ? അവർക്ക് അറിയില്ലേ? സ്വതവേ അറിയില്ലേ അവർക്ക്? അപ്പൊ മഹർഷി പറയാണ്, അവർക്കറിയില്ല, പുറത്ത് വലിയ പൂച്ച അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന്. ഒരു പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ, ആ അനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടോ തനിയേ അവർ ഉള്ളിൽ വന്നോളും. അതുപോലെ ചിലർക്ക് ഈ പറഞ്ഞ പ്രതിപക്ഷ ഭാവന അല്ലെങ്കിൽ സുഖാധ്യാസം അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് ചിലപ്പം ശരിക്കും ഉള്ളിൽ ഉദിക്കില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ഭഗവാൻ അവർക്ക് നല്ല അടി കൊടുക്കും അല്ലെ? ഭഗവാന്റെ ഭട്ടന്മാരെ അയക്കും, എന്നിട്ട് നല്ല അടി കൊടുക്കും. എന്നിട്ട് ഇനി വരൂ. ചിലർക്ക് ജീവിതത്തില് എന്താ പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഭഗവാനോട് അടുക്കുക അല്ലെ? അപ്പൊ തോന്നും ഈശ്വര എന്ന് പറഞ്ഞ നമ്മൾ ഈശ്വരനോട് തന്നെ നമ്മൾ അടുക്കുന്നു. അങ്ങനെയും വൈരാഗ്യം വരാം, പക്ഷെ അത് ശാശ്വതമായ വൈരാഗ്യം ആകണം. ചിലപ്പോൾ ശ്മശാന വൈരാഗ്യമായി തീരാം, പക്ഷെ ശാശ്വതമായ തരത്തില് അതിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അത്ഭുതങ്ങളെ നമുക്ക് സൃഷ്ടിക്കാം. ശരി, എന്നിട്ട് ഭഗവാൻ പറയാണ്, ധാര്യമാണം മനോയർഹി ഭ്രാമ്യതാശ്വൻ അവസ്ഥിതം അതന്ത്രിതോനുരോധേന മാർഗേണ ആത്മവശം നയേത്. ഇങ്ങനെയുള്ള മനസ്സ്, വൈരാഗ്യം നല്ലോണം ഉദിച്ച മനസ്സ്, ആ മനസ്സിനെ എന്താണ് ചെയ്യേണ്ടത്? എവിടേക്കാണ് നയിക്കേണ്ടത്? ആത്മവശം നയേത്, അതിനെ ആത്മാവിലേക്ക് നയിക്കണം. എന്താ സംഭവിക്കേണ്ടത്? അവിടെ
യൂ ടേൺ എടുക്കണം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ദൃഷ്ടി പുറത്തോട്ടാണ്, ബഹിർമുഖമായ ദൃഷ്ടിയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടേ? ആ ദൃഷ്ടി നേരെ നമ്മുടെ തന്നെ ആത്മാവിലേക്ക് പതിപ്പിക്കണം. അതിനെന്താ ചെയ്യേണ്ടേ? യൂ ടേൺ എടുക്കണം. യൂ ടേൺ എടുത്തിട്ട് ആ ദൃഷ്ടിയെ അന്തർമുഖമാക്കണം. അന്തർമുഖമാക്കാൻ എന്താ വേണ്ട മാർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ പോവാണ്, എനിക്ക് ഉപദേശം തരൂ എന്ന് പറയാൻ. അപ്പൊ ഗുരു പറയാണ്, ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് എന്ന് പറയാണ്. എന്താ പറഞ്ഞത്? ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ശിഷ്യനാകെ വിറച്ചുപോയി. യു ഈശ്വര, എനിക്ക് ഈ ഒരു ഉപദേശമോ? ശരി, ഗെറ്റ് ഔട്ട് എന്നല്ലേ പറഞ്ഞേ, ഗുരു പറഞ്ഞല്ലേ, ഗുരുവിന്റെ ആജ്ഞ അങ്ങനെ തന്നെ ഞാൻ അനുസരിക്കാം എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ പുറത്തിറങ്ങിപ്പോയി. അപ്പോൾ വേറൊരു ശിഷ്യൻ പുറത്തേക്ക് പോയി. എന്നിട്ട് ആ ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുവിൻ്റെ ശരിക്കുള്ള ഉപദേശം നീ മനസ്സിലാക്കിയിട്ടില്ല. എന്താണ് ഗുരു ഉദ്ദേശിച്ചെന്നറിയോ? ഷട്ട് അപ്പ് യുവർ സെൻസസ് ആൻഡ് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ മൈൻഡ്. അപ്പോൾ ശരിക്കും ആത്മ തെളിഞ്ഞ് 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 വരും എന്നാണ്. എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ വിരക്തമായിട്ടുള്ള പൂർവകമായിട്ടുള്ള മനസ്സിന് എന്താ ചെയ്യേണ്ടത്? ഇന്ദ്രിയ നിഗ്രഹം ചെയ്യണം, ഇന്ദ്രിയങ്ങളെ അടക്കാം. നമ്മുടെ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ ശങ്കരാചാര്യജി പറയാണ്, കുരങ്ക മാതംഗ പതംഗ മീന ഭൃംഗ, ഈ 5 എണ്ണം, മാൻ, ആന, ഈയാമ്പാറ്റ, മീന്, വണ്ട് അല്ലെങ്കിൽ തേനീച്ച, ഈ ഓരോണ്ണം ഓരോ ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. മാൻ ശബ്ദത്തിന് അടിമയാണ്, ആന സ്പർശത്തിന് അടിമയാണ്, ഈയാമ്പാറ്റ കാഴ്ചയ്ക്ക് അടിമയാണ്, മീൻ സ്വാദിന് അടിമയാണ്, നാവിന് അടിമയാണ്, വണ്ട് അല്ലെങ്കിൽ തേനീച്ച ഗന്ധത്തിന് അടിമയാണ്. ഈ ഓരോന്നിന് മാത്രം അടിമയായിട്ട് പോലും നാശത്തിലേക്കാണ് അവരുടെ ഗതി പോകുന്നത്. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ? 5 എണ്ണത്തിനും അടിമകളാണല്ലേ. 5 കുതിരകളുണ്ട് നമ്മളെ നയിക്കാൻ വേണ്ടി. പക്ഷെ 5 എണ്ണം 5 ദിക്കിലേക്ക് പോവാണ്. എന്താ അപ്പോ സംഭവിക്കുക? അപ്പൊ എന്താ വേണ്ട? ഇന്ദ്രിയ നിഗ്രഹമാണ് വേണ്ടത്. കാരണം ഇന്ദ്രിയങ്ങളാണ് മനസ്സിലേക്ക് എത്താനുള്ള ദ്വാരം. ഇന്ദ്രിയങ്ങളിലൂടെയാണ് വിഷയങ്ങൾ മനസ്സിലേക്ക് എത്തുക. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹം അത്യാവശ്യമാണ്. ഭഗവാൻ ഇതിൽ പറയാണ് സംയതേന്ദ്രിയ, സംയത ഇന്ദ്രിയ, ഇന്ദ്രിയങ്ങൾ നിഗ്രഹം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആമ എങ്ങനെയാണോ യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ, അതാണോ അതിന്റെ ഫുൾ? എന്താണ് ബാക്കി വരുന്നത്? ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എന്ന് പറഞ്ഞ് ഭഗവാൻ 2ാമത്തെ അധ്യായത്തില് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിൽ പറയുന്നു. എങ്ങനെയാണോ ഒരു ആമ പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ അതിന്റെ അംഗങ്ങളെല്ലാം ഉൾവലിക്കുന്നു, അതേപോലെ തന്നെ പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടേ? നമ്മുടെ ഇന്ദ്രിയങ്ങളെ അടയ്ക്കുക. പക്ഷെ ചില സാഹചര്യങ്ങൾ അടയ്ക്കാൻ പറ്റില്ലല്ലോ. മൂക്കിനെ എപ്പോഴും അടയ്ക്കാൻ പറ്റുമോ? മൂക്കിന് അടയ്ക്കാനേ പറ്റില്ല. എപ്പോഴും അല്ല, അടയ്ക്കാനേ പറ്റില്ല അല്ലെ. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കാര്യാലയത്തിലൊക്കെ ഓഫീസിലൊക്കെ കാണാൻ പാടില്ലാത്തത് കാണേണ്ടി വരുമല്ലോ. അപ്പൊ എന്താ ചെയ്യാ? ശരി, കാണുന്നുണ്ട്, പക്ഷേ അത് ഓർത്ത് അനുചിന്തനം ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. അതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ഇത് ഓർക്കുമ്പോൾ നമ്മുടെ ഇമെയിലിൽ വന്ന ഒരു ചിത്രമാണ് ഓർമ്മ വരുന്നത്. ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാര്, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു, ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു അല്ലെ. ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പ്രതീകങ്ങളായ ഈ 3 കുരങ്ങന്മാര്. പക്ഷെ അതിന്റെ കൂടെ ഒരാളും കൂടി നിൽക്കുന്നുണ്ട്, 4ാമത്തെ ഒരു കുരങ്ങനും കൂടിയുണ്ട്. ആ കുരങ്ങൻ ഇങ്ങനെ നിൽക്കാണ്, ഇങ്ങനെ കാണിച്ചുകൊണ്ട് നമ്മൾ അപേക്ഷാപൂർവമായിട്ടുള്ള ഒരു ഭാവം, പ്ലീസ് പ്ലീസ് എന്ന് നമ്മൾ പറയുമല്ലോ അല്ലെ, അതുപോലെ. അപ്പൊ ആ കുരങ്ങ് പറയാണ്, ഇത് 3 എണ്ണം ഉണ്ടല്ലോ അല്ലെ, ഈ 3 എണ്ണവും ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യോ എന്ന്. അപ്പൊ ഭഗവാൻ പറയാണ്, ശരി 5 എണ്ണം ഉണ്ടല്ലോ, 5 എണ്ണത്തിനെ നിഗ്രഹിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണത്തിനും തുടങ്ങിക്കോളൂ, ബാക്കിയെല്ലാം തനിയേ വന്നോളും, അതുകൊണ്ട് പേടിക്കുകയേ വേണ്ട. ശരി, സംയതേന്ദ്രിയ. പിന്നീടോ ഭഗവാൻ പറയാണ് ജിതപ്രാണ, പ്രാണ വീക്ഷണം, പ്രാണായാമം അല്ലെങ്കിൽ പ്രാണവീക്ഷണത്തിലൂടി പ്രാണനെയും അടക്കുക. എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണനും മനസ്സും ഒരേ വൃക്ഷത്തിന്റെ 2 ശാഖകളാണ്. രമണ മഹർഷി ഉപദേശസാരം എന്ന ഗ്രന്ഥത്തിൽ പറയാണ്,
പ്രാണനും മനസ്സും ഒരേ വൃക്ഷത്തിന്റെ, പ്രകൃതിയാകുന്ന വൃക്ഷത്തിന്റെ ശാഖകളാണ്. അതുകൊണ്ട് ഒന്നിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ മറ്റേത് സ്വതവേ നിയന്ത്രിക്കപ്പെടും എന്ന്. അതുകൊണ്ട് പ്രാണനെ ജയിക്ക, ജിതപ്രാണ ജിതേന്ദ്രിയ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ബുദ്ധി സത്വഗുണപ്രധാനമായി തീരും. സത്വഗുണപ്രധാനമാകും തോറും ആ ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാകും. മനോഗതിം ന വിസൃജേത് ജിതപ്രാണോ ജിതേന്ദ്രിയ സത്വസമ്പന്നയാ ബുദ്ധ്യാ മന ആത്മവശം നയേത്. അങ്ങനെ സത്വഗുണപ്രധാനമായിട്ടുള്ള ബുദ്ധി കൊണ്ട് എന്താ ചെയ്യണ്ടേ? മനസ്സിനെ ആത്മാവിൽ സ്ഥിരമാക്കൂ, നിഷ്ഠ വരുത്തൂ എന്ന് ഭഗവാൻ പറയാണ്. ഏഷ വൈ പരമോ യോഗോ മനസ സംഗ്രഹ സ്മൃത ഹൃദയജ്ഞത്വമന്വിച്ഛൻ ദമ്യസ്യ ഇവ അർവതോ മുഹുഹു. വീണ്ടും വീണ്ടും മനസ്സ് ചിലപ്പോൾ പുറത്തു പോകൂലെ. മനസ്സ് വളരെ ചഞ്ചലമാണല്ലോ. കുരങ്ങനെ പോലെയാണ്, ഒരു ഞണ്ടിനെ പോലെയാണ്. ഒരു കുരങ്ങൻ നല്ലോണം കള്ളു കുടിച്ചു, അതിന്റെ തലയിൽ ഒരു തേങ്ങയും വീണു, തേളും കടിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലുള്ള കുരങ്ങൻ പോലെയാണ്, ചഞ്ചല ബുദ്ധിയാണ് മനസ്സ്. അപ്പൊ മനസ്സ് വീണ്ടും വീണ്ടും പുറത്തു പോകും. അപ്പൊ എന്താ ചെയ്യണ്ടേ? വീണ്ടും വീണ്ടും അതിനെ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവരിക. എങ്ങനെയാണ്? അർവതഹ ഇവ എന്ന് പറയുന്നത്. ഒരു കുതിരക്കാരൻ എങ്ങനെയാണോ കുതിരനെ നിയന്ത്രിക്കുന്നത്, പുറത്തു പോകുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നവരും നമ്മൾ വീണ്ടും പിടിച്ച് അതിനെ തിരിച്ചു കൊണ്ടുവരിക. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലം അസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയാണ്. എപ്പോഴൊക്കെയാണോ മനസ്സ് വീണ്ടും വീണ്ടും പുറത്തേക്ക് പോകുന്നത്, ബഹിർമുഖമായി പോകുന്നത്, അപ്പം എന്താ ചെയ്യേണ്ടത്? അതിനെ പിടിക്കൂ, എന്നിട്ട് തിരിച്ച് വീണ്ടും ആത്മാവിലേക്ക് ലയിപ്പിക്കൂ. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണല്ലോ ഭഗവാൻ പറഞ്ഞത് അത്യന്ത വൈരാഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ജ്ഞാനയോഗം. പക്ഷെ ആ ആത്മാവിൻ്റെ ഒരു ഗ്ലിംസ്, ഒരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സ് അതിലേക്ക് ഒഴുകും എന്നാണ്. ആ ഒരു ആകർഷണ ശക്തി അത്യപാരമാണ്. ഒരു ചോദ്യം നമ്മുടെ സുരേശ്വരാചാര്യജി, ശങ്കരാചാര്യജിയുടെ ഒരു ശിഷ്യനായ സുരേശ്വരാചാര്യജിയുടെ അടുത്ത് ഒരു ചോദ്യം പൂർവപക്ഷൻ ചോദിക്കുന്നുണ്ട്. മുക്തനായതിനു ശേഷം വീണ്ടും മായാമോഹത്തിൽ പെടുകയില്ല എന്ന് എങ്ങനെയാ നമുക്ക് ഉറപ്പുവരുത്തുക? അപ്പൊ സുരേശ്വരാചാര്യജി പറയാണ്, ഈ ജഗത്തിന്റെ, അതായത് വ്യാവഹാരിക തലത്തിൽ സത്യത്വമുള്ള ഈ ജഗത്തിന് ഇത്രത്തോളം ആകർഷണമുണ്ട് എങ്കിൽ ആ സത്യം പ്രാതിഭാസിക തലത്തിലുള്ള സത്യമല്ലല്ലോ, വ്യാവഹാരിക തലത്തിലുള്ള സത്യവുമല്ല. ബ്രഹ്മം അല്ലെങ്കിൽ ഭഗവാൻ പാരമാർത്ഥിക തലത്തിലുള്ള സത്യം ആണ്. ആ പാരമാർത്ഥിക തലത്തിലുള്ള സത്യത്തിന് എത്രത്തോളം ആകർഷണം ഉണ്ടാവും? വ്യാവഹാരിക തലത്തിലുള്ള ഈ ലോകത്തിന് തന്നെ ഇത്രയും ആകർഷണമുണ്ട് എങ്കിൽ ആ ഭഗവാൻ, പാരമാർത്ഥിക തലത്തിലുള്ള സത്യമാകുന്ന ആ ഭഗവാന് എത്രത്തോളം ആകർഷണം ഉണ്ടാവും? അതുകൊണ്ട് ഒരു ദൃഷ്ടി അതിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഈ മോഹത്തിൽ പെടുകയില്ല. വീണ്ടും വീണ്ടും മനസ്സ് അതിൽ നിമജ്ജനം ചെയ്യാനുള്ള ഒരു താല്പര്യം ഉള്ളില് ഉണ്ടാവും, ആ രതി ഉള്ളില് ഉണ്ടാവും എന്ന്. ഇതിൽ വീണ്ടും പറയാണ് ഭഗവാൻ, സാഖ്യേന സർവഭാവാനാം പ്രതിലോമാനുലോമതഃ ഭാവ അപ്യയൗ അനുധ്യായേൻ മനോ യാവത് പ്രസീദതി. എത്രത്തോളം കാലമാണോ ഇത് ചെയ്യേണ്ടത്? മനസ്സ് പുറത്തു പോവുക, വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ആത്മാവില് നിവേശിപ്പിക്കുക. എത്രത്തോളം കാലമാണ് ഇത് ചെയ്യേണ്ടത്? മനസ്സ് പ്രസാദമാകുമ്പോൾ, സ്വസ്ഥമാകുമ്പോൾ ആകുന്നത് കാലം വരെ തീർച്ചയായിട്ടും ഇത് തുടരണം. ഇതിനൊരു വഴിയും കൂടി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഏത് സത്യത്തിലാണോ ഈ ജഗത്ത് മുഴുവനും പൊന്തുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്, ഏത് സത്യത്തിലാണോ ഈ ജഗത്ത് മുഴുവനും നിലനിൽക്കുന്നത്, ഏത് സത്യത്തിലാണോ ഈ ജഗത്ത് മുഴുവനും വിലയം പ്രാപിക്കുന്നത്, ആ സത്യമാണ് എൻ്റെ സ്വരൂപം, ആത്മതത്വം എന്ന് വിചിന്തനം ചെയ്യൂ. നമ്മളൊരു സിനിമ കാണാൻ പോവാണ്. സിനിമ കാണുമ്പോൾ ആദ്യം തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുകയാണ്. തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിരിക്കുമ്പോൾ സ്ക്രീൻ മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്ക്രീൻ മാത്രമേ ഉള്ളൂ. പിന്നീട് ഓരോന്നും പേരുകളൊക്കെ എഴുതി വരും അല്ലേ, ഡയറക്ടർമാരുടെ പേര്, സംവിധായകന്റെ പേര്, ഇന്ന ആൾ എഴുതി എന്ന പേര് എന്നൊക്കെ വരും. എന്നിട്ട് പടം തുടങ്ങുന്നു. ചില ചിത്രം നന്നായിട്ട് ആസ്വദിച്ച് കാണുന്നു. അതിനുശേഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ സ്ക്രീൻ മാത്രം കാണുന്നു അല്ലേ. അപ്പം ഏത് സ്ക്രീനിലാണോ സിനിമ പൊന്തി കാണപ്പെട്ടത്, തുടർന്നു പോയത്, ലയം പ്രാപിച്ചത്, ആ സ്ക്രീനാകുന്ന സത്യം നമ്മുടെ ഉള്ളിലുണ്ട്. ആ സത്യമാണ് ഞാൻ എന്നുള്ളൊരു ബോധം
വരുന്നിടത്തോളം കാലം വരെ തീർച്ചയായിട്ടും ഈ ഒരു അഭ്യാസം തുടർന്നു കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് ഒരു നമ്പൂതിരിയുടെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഇതൊക്കെ പറയും തോറും എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ദൃഢനിശ്ചയം, ആ ഉറപ്പ് വരണമെന്നാണ്. നിഷ്ഠ നമുക്ക് വരണം നല്ലതായിട്ട്. ഒരു നമ്പൂതിരി സിനിമ കാണാൻ പോയി തിയേറ്ററിൽ. നമ്പൂതിരി ഇതുവരെ സിനിമ കാണാൻ പോയിട്ടില്ല, തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടില്ല. അപ്പം നമ്പൂതിരിയുടെ കൂടെ ഒരു കാര്യസ്ഥനെയും കൂടി കൂട്ടി. ഒരു കാര്യസ്ഥനെയും കൂടി കൂട്ടിയിട്ട് സിനിമ തിയേറ്ററിൽ പോയിരിക്കുകയാണ്. സിനിമ തിയേറ്ററിൽ വെളിച്ചമൊന്നുമില്ലല്ലോ, ട്യൂബ് ലൈറ്റ് ഒന്നുമില്ല, എല്ലാം ഡാർക്കാണല്ലോ അല്ലേ, അന്ധകാരമാണല്ലോ. അപ്പം നമ്പൂതിരി പറഞ്ഞു, ഇതെന്താടോ കാര്യസ്ഥന്, ഇവിടെയൊക്കെ അന്ധകാരമാണല്ലോ, ലൈറ്റ് ഒന്നും ഇടില്ലേ? അപ്പൊ കാര്യസ്ഥൻ പറഞ്ഞു, അയ്യോ തിരുമേനി, സിനിമ കാണണമെങ്കിൽ ഇരുട്ടിലാണ് കാണുക. വെളിച്ചം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണില്ലല്ലോ, അതുകൊണ്ട് അന്ധകാരത്തിലാണ് സിനിമ കാണുക. അപ്പൊ നമ്പൂതിരി പറയാം, പക്ഷേ കലികാലം അല്ലാണ്ട് എന്താ പറയാ, അന്ധകാരത്തിലാണ് എല്ലാം സംഭവിക്കുന്നത് അല്ലേ. നമ്മളും പറയുമല്ലോ, ഇരുട്ട് മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ നീ എന്താ പിശാചാണോ പ്രേതമാണോ, ഇരുട്ട് മുറിയിൽ ഇരിക്കുന്ന ലൈറ്റ് ഇട്ട് വെളിച്ചിട്ട് ഇരുന്നോടെ. അതുപോലെ നമ്പൂതിരി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഉള്ളിൽ കാര്യസ്ഥൻ ചിരിച്ചു. എന്നിട്ട് ഫ്രണ്ട് റോയിലിരുന്നു. എന്നിട്ട് നമ്പൂതിരി പറഞ്ഞു, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണം കേട്ടോ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. തുടങ്ങി, ചിത്രം നന്നായിട്ട് തുടങ്ങി, പാട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നമ്പൂതിരി പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല നല്ല രംഗങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, നല്ല തമാശ രംഗങ്ങൾ വരുന്നുണ്ട്, നല്ല പാട്ട് സീനൊക്കെ വരുന്നുണ്ട്, ഇനി അങ്ങോട്ട് എന്താണ് നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പത്തേക്ക് ഒരു കാട് സീനാണ് വരുന്നത്, ഒരു കൊടും കാടാണ്. അപ്പൊ കാട്ടിൽ ഒരു ആന മതമളകി ഇങ്ങനെ ഓടി വരികയാണ്. അപ്പൊ കാടിന്റെ ഉള്ളിൽ ദൂരേന്ന് ആന ഓടി വരുന്ന സീനാണ് കാണിക്കുന്നത് അതിൽ. അപ്പൊ നമ്പൂതിരി പറയാ, എടോ കാര്യസ്ഥനെ റെഡി ആയിക്കോളൂ ഓടാൻ കേട്ടോ, ആന വരുന്നു ഓടിക്കോളൂ കേട്ടോ. അപ്പൊ കാര്യസ്ഥൻ പറയാ, അയ്യോ നമ്പൂതിരി, അത് സിനിമയല്ലേ, എന്തിനാ ഓടുന്ന, അവിടെ ഇരിക്കോ. അപ്പൊ നമ്പൂതിരി പറഞ്ഞു, എടോ നമുക്കറിയാം അത് സിനിമയാണ്, ആനക്കറിയില്ലല്ലോ അത് സിനിമയാണെന്ന്. ഇതുപോലെ എത്രത്തോളം പറഞ്ഞാലും എന്താണ് ഉള്ളിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു ഉറപ്പ് വരുന്നുണ്ടോ, ഞാൻ അതാണ് എന്ന്, ആ സത്യമാണ്, ഞാൻ സച്ചിദാനന്ദ സ്വരൂപിയാണ് എന്നുള്ളൊരു ഉറപ്പ് ഉള്ളിൽ വരുന്നുണ്ടോ, അത്രത്തോളം കാലം ഈ അഭ്യാസം തുടരണം. സംയുത ഇന്ദ്രിയ ജിതപ്രാണ സത്വബുദ്ധി, സത്വപ്രധാനമായിട്ടുള്ള ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവില് നിവേശിപ്പിക്കൽ, ഈ അഭ്യാസം തീർച്ചയായിട്ടും തുടർന്നുകൊണ്ട് തന്നെ പോണം. ശരി, ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലോ, അരുതാത്തത് പറ്റിയാലോ എന്നൊരു സംശയം, പ്രമാദം, കെയർലെസ്നെസ് അല്ലെങ്കിൽ അരുതാത്തത് ആരിൽ നിന്നും വേണമെങ്കിലും സംഭവിക്കാമല്ലോ. പ്രമാദം പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഭഗവാൻ പറയാണ് ഇതില്, യതി കുര്യാത് പ്രമാദേന യോഗീ കർമ്മ വിഗർഹിതം യോഗേനൈവ ദഹേദംഹോ നാന്യത്തത്ര കദാചന. അദ്ദേഹം തുടർന്നു കൊണ്ടുപോകുന്ന ആ യോഗമാർഗം തന്നെ ആ അരുതാത്ത കർമ്മത്തിന് ദഹിപ്പിച്ചോളും, വേറൊന്നും പ്രത്യേകമായി ചെയ്യേണ്ടത് ഇല്ല. പക്ഷെ അരുതാത്തൊന്നും സംഭവിക്കില്ല ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക്. എന്നാലും സംഭവിച്ചാൽ പ്രായശ്ചിത്തം പ്രത്യേകം ചെയ്യണമെന്നില്ല, ആ യോഗമാർഗം തന്നെ തീർച്ചയായിട്ടും ആ പാപത്തിനെ ദഹിപ്പിച്ചോളും. ശരി, അങ്ങനെയുള്ള യോഗി എവിടേക്കാണ് എത്തിച്ചേരുന്നത്? ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ ആ ഒരു സ്ഥിതിയിലേക്കാണ്, ഗുണാതീത സ്ഥിതിയിലേക്ക്. എന്താണ് ഗുണാതീത സ്ഥിതി? സകലയിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ സമമായിട്ടുള്ള ആ ആത്മതത്വത്തിനെ ദർശിക്കുന്നു. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം വിനശ്യത്സു അവിനശ്യന്തം യഹ് പശ്യതി സ പശ്യതി. ആ യോഗി ഗുണാതീതനായ ആ സ്ഥിര പ്രജ്ഞൻ എന്തിനെയാണ് കാണുന്നത്? ആ സമമായിട്ടുള്ള ആ ആത്മതത്വത്തിനെയാണ് എല്ലാത്തിലും ദർശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണില് ഗുണമില്ല, ദോഷമില്ല. എന്തുകൊണ്ട്? എല്ലാത്തിലും കാണുന്ന എന്തിനെയാണ്? ആ സമമായിട്ടുള്ള ആ ആത്മതത്വത്തിനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഗുണദോഷ ചിന്തനം ഇല്ലല്ലോ. അപ്പൊ പറയാണ് ഉദ്ധവന്റെ അടുത്ത്, ഈ ഒരു സ്ഥിതിയാണ് ഞാൻ കഴിഞ്ഞ അധ്യായത്തില് സൂചിപ്പിച്ചത്. ഞാൻ എന്താ പറഞ്ഞത്? ഗുണദോഷങ്ങൾക്ക് അപ്പുറം പോകുന്നതാണ് ഗുണം എന്ന് പറഞ്ഞുവല്ലോ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജ്ഞാനയോഗത്തിലൂടെ അങ്ങേയറ്റം തലത്തിൽ എത്തിയ ആള് എത്തിച്ചേരുന്ന സ്ഥിതിയാണ് അത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറയാണ്. ആ സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഒരു കുഞ്ഞു കഥ പറയാം. രിഭു ഗീത എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. രിഭു എന്ന മഹാത്മാവ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ നിതകയ്ക്ക് ഉപദേശിച്ചു കൊടുത്ത ഒരു ഭാഗമാണ് രിഭുഗീത.
അപ്പൊ ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ പഠനത്തിന് ശേഷം, ഉപനിഷത്ത് വേദാന്ത പഠനത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഗുരുവിനെ കാണും. പക്ഷെ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, പേരക്കുട്ടികളൊക്കെ ആയപ്പോഴത്തേക്കും ആ ഗുരുവിന്റെ അടുത്തേക്കുള്ള വരവ് കുറഞ്ഞു വന്നു. അപ്പൊ ഗുരു വിചാരിച്ചു, ശരി, ശിഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും ഞാൻ ശിഷ്യന്റെ അടുത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഗുരു എന്ത് ചെയ്തു, ഒരു ദിവസം ശിഷ്യൻ ആ ഒരു ദർശനം നൽകി കൊടുക്കണം, ആ ഒരു ക്ലിക്ക് നടക്കണം, അതിനു വേണ്ടി ഞാനും പോവാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പൊ ശിഷ്യൻ അവിടെ നിൽക്കുകയാണ്. ഒരു പ്രൊസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഘോഷയാത്ര വരികയാണ്. ഗുരു വേഷപ്രച്ഛന്നയായിട്ട്, അതായത് വേഷം മാറിക്കൊണ്ട് ശിഷ്യന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഒരു ഗ്രാമീണനെ പോലെ, ഒന്നും അറിയാത്ത ഒരു ഗ്രാമീണനെ പോലെ, പ്രാകൃത മനുഷ്യനെ പോലെ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്താ ഒരു കോലാഹലം കാണുന്നുണ്ടല്ലോ, എന്താണ് ഇതിവിടെ സംഭവിക്കുന്നത്? ശിഷ്യൻ പറയാണ്, എടോ തനിക്ക് കണ്ടൂടെ, ദാ ഘോഷയാത്രയാണ് വരുന്നത്. എന്ത് ഘോഷയാത്ര? ആരാണ് വരുന്നത് ഘോഷയാത്രയില്? ഇത്രയും ഗംഭീരമായിട്ടുള്ള ആഡംബരമായിട്ടുള്ള ഘോഷയാത്രയിൽ ആരാ വരാൻ പോകുന്നത്? രാജാവ് അല്ലാതെ വേറെ ആരാ വരാൻ സാധ്യതയുള്ളത്? അപ്പൊ ആ രാജാവാണ് വരുന്നത്, ആ കാണൂ. ഓഹോ, രാജാവാണ് വരുന്നത് അല്ലേ, ശരി ശരി, എവിടെയാണ് രാജാവ്, എവിടെയാണ് രാജാവ്? അപ്പൊ പറഞ്ഞു, ദാ കാണുന്നു, ദാ നോക്കൂ, ദാ ആ രാജാവ് എന്ന് ചൂണ്ടിക്കാണിച്ചു. ശിഷ്യൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതാണ് രാജാവ്. അപ്പൊ ഗുരു ചോദിക്കുകയാണ്, അതാണ് രാജാവ് അല്ലേ, ഞാൻ അവിടെ 2 ആൾക്കാരെ കാണുന്നുണ്ട്, അതിൽ ഏതാണ് രാജാവ്? അപ്പൊ ശിഷ്യൻ പറയാണ്, ദാ അവിടെ ആന പുറത്തിരിക്കുന്ന അതാണ് രാജാവ്. 2 എണ്ണം കാണുന്നു എന്ന് പറയുമ്പോൾ ഗുരു കണ്ടത് ആനയെയും രാജാവിനെയുമാണ്. അപ്പൊ 2 ഘടകങ്ങളുണ്ടല്ലോ അവിടെ, ആനയുണ്ട്, രാജാവുണ്ട്. അപ്പൊ 2 എണ്ണം കാണുന്നുണ്ട്, പക്ഷെ ഇതിൽ ഏതാണ് രാജാവ് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഗുരു. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ദാ കാണുന്ന ആന പുറത്ത്, ആനയുടെ മുകളിൽ ഇരിക്കുന്നതാണ് രാജാവ്. ആനയുടെ മുകളിൽ ഇരിക്കുന്നതാണ് രാജാവ് അല്ലേ, ശരി. അപ്പൊ ഏതാണ് മുകള്, ഏതാണ് താഴെ? ആനയുടെ മുകളിൽ ഇരിക്കുന്നതാണ് രാജാവ്, രാജാവിന്റെ താഴെയാണ് ആന എന്നാ പറഞ്ഞ. ശരി, അപ്പൊ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, താഴെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. യോ, നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രാകൃത മനുഷ്യൻ, എന്നെ ഒന്നും ആസ്വദിക്കാനേ സമ്മതിക്കുന്നില്ല, നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവ വേദ്യമാക്കി തരണം എന്ന് പറഞ്ഞിട്ട് നീ ഇരിക്കൂ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ കുട്ടികളെ ആന കളിപ്പിക്കില്ലേ, അതുപോലെ ഇരുത്തി, സ്വന്തം ഗുരുവിനെ അവിടെ ഇരുത്തി, എന്നിട്ട് ഗുരുവിന്റെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് വരുന്നു രാജാവ്, ആനപ്പുറത്താണ് രാജാവ്, ആനയുടെ മുകളിലാണ് രാജാവ്, രാജാവിന്റെ താഴെയാണ് ആന. ഇപ്പോൾ നീ താഴെ, ഞാൻ മുകളില്, നീ ആനയാണ്, ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഇപ്പൊ എനിക്ക് വ്യക്തമായി. അപ്പം 2 ഘടകങ്ങളുണ്ട്, ഒന്ന് ആന, ഒന്ന് രാജാവ്. ആനയുടെ മുകളിൽ ഇരിക്കുന്നതാണ് രാജാവ്, രാജാവിന്റെ താഴെ ഇരിക്കുന്നതാണ് ആന. ഇത്രയും എനിക്ക് വ്യക്തമായി. അപ്പൊ മുകളിലെ താഴെ എന്ന് പറഞ്ഞതും എനിക്ക് വ്യക്തമായി. പക്ഷെ നീ ഒരു പുതിയ ഒരു പദം കൂടി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, എന്താണ്? നീ ഞാൻ. നീ രാജാവ്, ഞാൻ അല്ല, നീ ആന, ഞാൻ രാജാവ് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ നീ ഞാൻ എന്നെനിക്ക് മനസ്സിലായില്ല എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും ശിഷ്യൻ ഞെട്ടി എണീറ്റു. ഇങ്ങനത്തെ ഒരു അദ്വൈത ദൃഷ്ടി, അതായത് സമമായിട്ടുള്ള ആ ആത്മതത്വത്തിന് ഞാൻ എല്ലാത്തിലെയും കാണുന്നത്. ഞാൻ വേറെ, നീ വേറെ അവിടെ ഇല്ല. കാണുന്നതെല്ലാം ആ തത്വത്തിനെ. ആ ദൃഷ്ടി തീർച്ചയായിട്ടും ഉള്ളത് ഉണ്ടാവാൻ സാധ്യതയില്ല, എൻ്റെ ഗുരുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞെട്ടി എണീറ്റിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു. ഈ ദൃഷ്ടിയാണ് ശരിക്കും അങ്ങേയറ്റത്തുള്ള ഒരു ദൃഷ്ടി, ജ്ഞാനയോഗത്തിലൂടെ പ്രാപിക്കേണ്ട ആ ഒരു ദൃഷ്ടി. ശരി, ഇനി ഭഗവാൻ അടുത്ത് പറയാണ്, ഭഗവാനെ, നമ്മൾ കർമ്മയോഗത്തിനും അധികാരികളല്ല, ജ്ഞാനയോഗത്തിനും അധികാരികളല്ല, അത്യന്ത ആസക്തരുമല്ല, അത്യന്ത വിരാഗികളുമല്ല, നടുവില് തൃശങ്കുന് പോലെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്താ വിധിച്ചിട്ടുള്ളൂ, ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൊ തോന്നുവോ നമ്മളെ ഇടയിലുള്ളവരാണല്ലോ, അപ്പൊ നമ്മൾ മോശക്കാരാണ് എന്ന് തോന്നുവല്ലോ. അപ്പൊ ഭഗവാൻ പറയാണ്, ഇല്ല ഇല്ല, നിങ്ങൾ സ്പെഷ്യലാണ്, നിങ്ങൾക്ക് തരാൻ പോകുന്നതും സ്പെഷ്യലാണ്. എന്താണ്? അതാണ് ഭക്തി യോഗം. എന്താണ് ഭക്തി യോഗത്തിന്റെ ലക്ഷണം? നമ്മൾ ഭക്തി യോഗർക്ക് അർഹരാണോ എന്ന് എന്താണ്, എങ്ങനെയാ മനസ്സിലാവാ? ജാതശ്രദ്ധോ മത് കഥാസു നിർവിണ്ണ സർവകർമ്മസു വേദ ദുഃഖാത്മകാൻ കാമാൻ പരിത്യാഗേ അപി അനീശ്വരഃ.
ഇതിൽ പറയാണ്, എന്റെ കഥകളിൽ, അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ നല്ല ശ്രദ്ധയുണ്ട്, നല്ല താല്പര്യമുണ്ട്. പക്ഷേ വിഷയസുഖങ്ങള് പൂർണ്ണമായിട്ടും വിടാൻ താല്പര്യമില്ല. അത്യന്ത ആസക്തരല്ല, അത്യന്ത വിരാഗികളും അല്ല. വിഷയസുഖങ്ങൾ വിട്ടിട്ടില്ല, അത് അനുഭവിക്കുന്നുണ്ട്. ഒരു വശത്ത് അതുകൊണ്ട്, ഒരു വശത്ത് ഭഗവാനെയും പിടിച്ചിട്ടുണ്ട്. രണ്ടും വേണമല്ലോ. എങ്ങനെയാ രണ്ടും വിടാൻ പറ്റുക? രണ്ടും വേണമല്ലോ. രണ്ടിനെയും കൊണ്ട് നടക്കാണ്. ഇതിൽ പറയാണ്, വിഷയസുഖങ്ങൾ നമുക്ക് ദുഃഖത്തിനെയാണ് പ്രദാനം ചെയ്യുന്നതെന്ന് നല്ലോണം അറിയാം. പക്ഷെ എന്നാലും അത് ആസ്വദിക്കുന്നു. മനസ്സിൽ അതിനെ പഴിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ആധ്യാത്മിക രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സുഖങ്ങള്, അരുതാത്ത സുഖങ്ങളൊക്കെ അനുഭവിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നുന്നു അല്ലെ, ഈ ഒരു രംഗത്ത് വന്നിട്ട്, ഈ ഒരു മാർഗത്തിൽ വന്നിട്ട് എന്നിട്ടും വിടാൻ തോന്നുന്നില്ലല്ലോ, എന്താണിത്? മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ തന്നെ പഴിക്കുന്നു. പക്ഷെ എന്നാലും നമ്മൾ അത് അനുഭവിക്കുന്നു, ആ ഭോഗങ്ങളെ. അങ്ങനെയുള്ളവർക്ക് എന്താണ് ഭക്തിയോഗം? ഇതിൽ പറയാണ്, തതോ ഭജേത മാം പ്രീതഃ ശ്രദ്ധാലുരു ദൃഢനിശ്ചയഃ ജുഷമാണഃ താൻ കാമാൻ ദുഃഖോദർക്കാം ഗർഹയൻ. ഇവിടെ പറയാണ്, അങ്ങനത്തെ ഉള്ളവർക്ക് വിധിച്ചിരിക്കുന്നത് ഭക്തിയോഗം. എന്റെ കഥകൾ കേൾക്കാൻ നല്ല ശ്രദ്ധ, വിശ്വാസം, താല്പര്യം, പ്രീതി ഉള്ളത് കൊണ്ട് ശ്രദ്ധയോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി അത് ചെയ്യുക എന്ന് പറയാണ്. പ്രോക്തേന ഭക്തിയോഗേന ഭജതോ മാസകൃന്മുനേഹേ കാമാ ഹൃദയാ നശ്യന്തി സർവേ മയി ഹൃദി സ്ഥിതേ. ഭഗവാൻ പറയാണ്, ശരി, അപ്പൊ ഞങ്ങൾ അങ്ങേറ്റത്ത് എത്തുവോ? ആ മോക്ഷപ്രാപ്തി നമുക്കും ലഭ്യമാകുമോ? ഫൈനൽ സ്റ്റേജ്, ആത്യന്തികമായി എത്തേണ്ട സ്ഥലം അതാണല്ലോ. നമുക്കും അത് ലഭ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയാണ്, വിഷമിക്കേ വേണ്ട. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ പറയും, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഒരാളെ കൂടെ കൂട്ടിക്കോളൂ കേട്ടോ. ആരാണ്? ഭഗവാൻ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അടുക്കളയിലാണെങ്കിൽ, ബാത്റൂമിലാണെങ്കിൽ, ഗാർഡനിലാണെങ്കിൽ, എന്ത് വേണമെങ്കിലും ചെയ്യുമ്പോഴും ഒരാളെ കൂടെ കൂട്ടിക്കോളൂ. അതാരാണ്? ഭഗവാൻ. ഭഗവാൻ വാമനമൂർത്തിയെ പോലെ ഒരു കുഞ്ഞു രൂപം ധരിച്ചു വരുന്നു. പക്ഷേ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മുഴുവനും അപഹരിച്ച് നമ്മൾ മുഴുവനാക്കി തീർക്കും അല്ലേ. അതുകൊണ്ട് പറയാണ്, സിമ്പിൾ, ലളിതമാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും തനിയേ നശിച്ചോളും എന്നാണ്. ആത്മബോധത്തിൽ ശങ്കരാചാര്യജി ഒരു ഉദാഹരണം പറയാണ്, ജലം കതകരേണുവത്. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ ഈ ജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇടും, ആലം എന്ന് പറഞ്ഞ സാധനം. അത് ഇട്ട് കഴിഞ്ഞാൽ ജലത്തിലുള്ള മാലിന്യങ്ങളെല്ലാം തനിയെ താണോളും. എന്താണ്? ആ ആലവും അതിൻ്റെ ഉള്ളിൽ താണോളും അല്ലെ. അതേപോലെ തന്നെ ഭഗവത് പ്രാപ്തിക്കുള്ള ആഗ്രഹം, ഭഗവാനുള്ള ആഗ്രഹം ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ആ ആഗ്രഹം ബാക്കി എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ചുകൊണ്ട് സ്വയം അടങ്ങും. അടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രകാശിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാത് ഭഗവാൻ നമ്മുടെ ആത്മസ്വരൂപമായി ഉള്ളില് പ്രകാശിക്കും. സർവേ മയി ഹൃദി സ്ഥിതേ കാമാഹ ഹൃദയാ നശ്യന്തി. ബാക്കി എല്ലാ ആഗ്രഹങ്ങളും നശിച്ചുപോകും. അപ്പൊ നമ്മളും ആ പദത്തിലേക്ക്, ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളും എത്തുന്നു. പക്ഷെ ഇത് ലളിതമായ മാർഗമാണ്. ഭഗവാൻ പറയാണ്, ഭക്തിമാർഗം വളരെ ലളിതമായ മാർഗമാണ്. ബാക്കിയെല്ലാം തപസ്സിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ്, യോഗത്തിനെക്കാട്ടിലും ദാനധർമ്മത്തിനെക്കാട്ടിലും. ഇതുകൊണ്ടെല്ലാം എന്തൊക്കെ നേടിയെടുക്കാമോ ഭക്തി കൊണ്ട് സുലഭേന നമുക്ക് പ്രാപ്തമാകും. അപ്പോ ഭക്തിയോഗത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഭഗവാൻ പറയാണ്, ദദാമി ബുദ്ധിയോഗം തം യേന മാ ഉപയാന്തി തേ. എന്റെ ഭക്തന്മാർക്ക് ഞാൻ ആ ആത്യന്തികമായ ജ്ഞാനത്തിനെ ഞാൻ പ്രദാനം ചെയ്യുന്നു. അപ്പൊ അവരുടെ ഉള്ളിലുള്ള ആത്മതത്വത്തിനെ ജഡത്തിൽ നിന്നും വേർതിരിച്ചറിയാനുള്ള ആ ജ്ഞാനം, വിവേക ബുദ്ധി ഞാൻ പ്രദാനം ചെയ്യുന്നു. പ്രദാനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫലത്തിനെ സൂചിപ്പിക്കുകയാണ്. ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി മയി ദൃഷ്ടേ അഖിലാത്മനി. ഇത് ഉപനിഷത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ്. പക്ഷെ ഇതിൽ അവസാനത്തെ പാദം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ എന്താണ് ഫലം? ഭിദ്യത്തെ ഹൃദയഗ്രന്ഥി. ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു. എന്താണ് ഗ്രന്ഥി? ഗ്രന്ഥി ചിത് ജഡഗ്രന്ഥി. ചിത്തും ജഡവും നമ്മളല്ലാത്തതിനെ നമ്മളായി തെറ്റിദ്ധരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രന്ഥി അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാന ഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു.
ഭേദിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ആത്മാവ് ഉള്ളില് പ്രകാശിക്കുന്നു. ജഡത്തിന്റെ ലവലേശം പോലും സ്പർശമില്ലാതെ ആ ആത്മാവ് ഉള്ളില് പ്രകാശിക്കുന്നു. ഛിദ്യന്തേ സർവസംശയാഹ, സർവ സംശയങ്ങളും, എല്ലാവിധ സംശയങ്ങളും ഈ 3 കാര്യങ്ങളെ ആസ്പദമാക്കിയായിരിക്കും. ഒന്ന് ജീവൻ, രണ്ടാമത്തത് ജഗത്ത്, മൂന്നാമത്തത് ഈശ്വരൻ. ജീവ, ജഗത്ത്, ഈശ്വരനെ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം അടങ്ങും എന്നാണ്. ഛിദ്യന്തേ സർവസംശയാഹ, ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞതിന് തുല്യമാകുന്നുവോ, അതുകൊണ്ട് ആ ഒരു സംശയ നിവാരണം, നിവൃത്തിയും ഉള്ളില് സംഭവിക്കുന്നു. ക്ഷീയന്തേ ച അസ്യ കർമാണി, കർമ്മങ്ങള് ക്ഷയിക്കുന്നു. 3 വിധ കർമ്മങ്ങള്, കർമ്മഫലങ്ങള്, സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പ്രാരബ്ധ കർമ്മം. ഒരാൾക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഭാര്യമാരായിരിക്കുമോ? ഇല്ല, വിധവകളായി തീരുമല്ലേ. ഇവര് 3 പേരും ഒരേ സമയത്താണോ വിധവകളായി തീരുന്നത്, അതോ ഓരോരുത്തർ പടിപടിയായിട്ടാണോ വിധവകളാകുന്നത്? ഒരേ സമയത്തല്ലേ. ആദ്യം ഒരാളെ വിവാഹം കഴിക്കുന്നു, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളെ വിവാഹം കഴിക്കുന്നു, ഒരു 30 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആളെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ഇദ്ദേഹം മരിച്ചു പോകുമ്പോൾ ഈ 3 പേരും പടിപടിയായിട്ടുള്ള വിധവകളാകുന്നത് ഒരേ സമയത്ത് 3 പേരും വിധവകളാവുന്നു അല്ലെ. അതേപോലെ തന്നെ ഒരു മുക്ത പുരുഷന് ഈ 3 വിധ കർമ്മഫലങ്ങള് ലവലേശം പോലും ബാധിക്കില്ല. നമുക്ക് തോന്നും ബാധിക്കുന്നത് പോലെ, പക്ഷേ ആ ബാധിക്കാൻ ഉള്ള ആ ഉപകരണം, ഉപാധി, അഹങ്കാരം, ചിജ്ജട ഗ്രന്ഥിയാകുന്ന ആ അഹങ്കാരം അവിടെ ബാധിതമാകുന്നു. കരിഞ്ഞുപോയ കയറുപോലെ, വറുത്ത വിത്തുപോലെ അതാകുന്നു. ഇതാണ് ഗോപികളുടെ വസ്ത്രാപഹരണ ലീലയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ വസ്ത്രങ്ങൾ അപഹരിച്ചു ഗോപികമാരുടെ, എന്നിട്ട് അത് തിരിച്ചു കൊടുത്തു അല്ലെ. തിരിച്ചു കൊടുത്തു, കാരണം വ്യവഹരിക്കണമെങ്കിൽ വസ്ത്രങ്ങൾ വേണമല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിലും അതാണ് സംഭവിക്കുന്നത്. എന്താണ്? ന ഇതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളില് നമ്മളല്ലാത്തതിനെ നമ്മൾ മാറ്റുകയാണ്. വസ്ത്രങ്ങളെ എടുത്ത് മാറ്റുകയാണ്, ഉപാധികളെ എടുത്ത് മാറ്റുകയാണ്, കോശങ്ങളെ എടുത്ത് മാറ്റുകയാണ്. വിവേക ബുദ്ധിയ, അല്ലാതെ ബാഹ്യമായിട്ടല്ല. ന ഇതി എടുത്ത് മാറ്റിക്കഴിഞ്ഞു. പക്ഷെ പിന്നീട് അത് സ്വീകരിക്കണമല്ലോ. മുക്തപുരുഷനും വ്യവഹരിക്കുന്നുണ്ട് ലോകത്തില്. വ്യവഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോശങ്ങൾ ആവശ്യമാണ്, വസ്ത്രങ്ങള്, ഉപാധികൾ ആവശ്യമാണ്. പക്ഷെ സ്വീകരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഭഗവാന്റെ ഉപാധിയായിട്ട്, നിമിത്തമായിട്ട് അതിന് സ്വീകരിക്കുന്നു. അതിന് സത്യത്വമില്ല, പാരമാർത്ഥിക തലത്തിലുള്ള സത്യത്വമില്ല, വ്യാവഹാരിക തലത്തിലുള്ള സത്യത്വമേ അതിനുള്ളൂ. അതുകൊണ്ട് അത് എന്നെ ഒരിക്കലും ഈ ഉപാധികൾ ബാധിക്കുന്നില്ല എന്ന ദൃഢനിശ്ചയം, ആ നിഷ്ഠയോടുകൂടിയായിരിക്കും അതിനെ സ്വീകരിക്കുക. അതുകൊണ്ട് ക്ഷീയന്തേ ച അസ്യ കർമാണി. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? മയി ദൃഷ്ടേ അഖിലാത്മനി, എല്ലാവരിലുമുള്ള ആ ആത്മതത്വത്തിനെ എൻ്റെ ഉള്ളിൽ കാണുമ്പോൾ, ദർശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ടിൻറ്റുമോൻ ഫോൺ ചെയ്യാണ്. ടിൻറ്റുമോൻ അറിയില്ലേ നിങ്ങൾക്ക്? നമ്മുടെ ടിൻറ്റുമോൻ, തമാശയായിട്ടുള്ള പറയുന്ന ടിൻറ്റുമോൻ ഫോൺ ചെയ്യാണ്. ഹലോ. അപ്പം അപ്പുറത്തും ഹലോ. അപ്പം അപ്പുറത്ത് ഫോൺ എടുത്തിട്ട് ഇത് ഞാനാണേ എന്ന് പറഞ്ഞു. ചിലരുണ്ട് ഫോൺ ചെയ്യും, നമ്മളെ വിളിക്കും, എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഇത് ഞാനാണ് കേട്ടോ എന്ന് പറയും. നമുക്ക് മനസ്സിലാവോ ഞാനാണെന്ന് പറയുമ്പോൾ ആരാണല്ലേ? അപ്പൊ ടിൻറ്റുമോൻ പറയാണ്, ഓ ഇതും ഞാനാണല്ലോ, ഓ അപ്പുറത്തും ഞാനാണ്, ഇപ്പുറത്തും ഞാനാണ്, ഓ എന്തോരം അത്ഭുതം. അതാണ് ഇവിടെയും സംഭവിക്കുന്നത് അല്ലേ. എന്റെ ഉള്ളിലുള്ള ആത്മതത്വം തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ആ ആത്മതത്വം, ഇവിടെയും ആത്മതത്വം, എല്ലായിടത്തും ആ ഒറ്റ ഒരു ഈശ്വരൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കാണ്. ആ ദൃഷ്ടി ഉള്ളില് ഉദിക്കുന്നു. അപ്പം ശരി, ഭഗവാൻ പറയാണ് കർമ്മയോഗത്തിലൂടെ ഭക്തിയോഗത്തിലേക്ക് അല്ലെങ്കിൽ ജ്ഞാനയോഗത്തിലേക്ക്, അതിൽ നിന്നും മോക്ഷ പ്രാപ്തി. ഭക്തിയോഗം ശ്രേഷ്ഠമാണ്. സർവം മദ്ഭക്തിയോഗേന മദ്ഭക്തോ ലഭത്തെ അഞ്ജസ സ്വർഗാപവർഗം മദ്ധാമ കഥഞ്ചിത് യതി വാഞ്ചതി. ഭഗവാൻ പറയാണ്, എന്നെ പ്രേമിക്കുന്നവർ എല്ലാം വിട്ടിട്ട് ഏറ്റവും ആത്യന്തികമായി കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ എല്ലാം കൊടുക്കും. സ്വർഗം, സുഖം കൊടുക്കും, വിഷയസുഖങ്ങൾ കൊടുക്കും, മോക്ഷം പോലും, കൈവല്യം പോലും ഞാൻ അവർക്ക് കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അവരും അത് ചോദിക്കുവോ? ഒന്നും ചോദിക്കില്ല അല്ലെ. ഒന്നും വേണ്ടെന്നേ അവർ പറയുള്ളൂ. പ്രഹ്ലാദൻ, നരസിംഹമൂർത്തി
ഹിരണ്യകശിപുവിനെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദന്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ കൂട്ടാ, ഞാൻ വരാൻ വൈകിയോ എന്ന് പറഞ്ഞിട്ടാണ് മടിയിൽ കയറ്റി വെക്കുന്നത്. ഞാൻ വരാൻ വൈകിപ്പോയോ, വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റി വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പൊ പ്രഹ്ലാദൻ പറയാണ്, വേണ്ട, എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല, ആഗ്രഹങ്ങൾ വരാതിരിക്കാനുള്ള ആ വരത്തിനെ എനിക്ക് തന്നാലും അതാണ് വേണ്ടത്. അവർക്ക് മോക്ഷം പോലും തന്നു കഴിഞ്ഞാൽ അതും വേണ്ട, എല്ലാം ഭഗവത് കൃപ, ഭഗവാൻ 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 മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഭക്തർക്ക് ഭഗവാൻ എന്തും നൽകാൻ റെഡിയാണ്. ന കിഞ്ചിത് സാധവോ ധീര ഭക്താ ഹി ഏകാന്തിനോ മമ വാഞ്ചത്യപി മയാ ദത്തം കൈവല്യം അപുനർഭവ. കൈവല്യ പദം പോലും ഞാൻ നൽകാൻ റെഡിയാണ്, പക്ഷെ അവർ അതുപോലും കാക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ള ഭക്തന്മാർ എങ്ങനെയാണ്? നൈരപേക്ഷ്യം പരം പ്രാഹുഹു നിശ്രേയസം അനൽപകം തസ്മാ നിരാശിഷോ ഭക്തിർ നിരപേക്ഷസ്യ മേ ഭവേ. ഭഗവാൻ പറയാണ്, നൈരപേക്ഷ്യം, ഒന്നും അപേക്ഷിക്കാതെ ഭഗവാൻ മാത്രം എനിക്ക് മതി എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നിരപേക്ഷ അഹൈതുകി അപ്രതിഹത ഭക്തി ഉള്ളിൽ ഉദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് എല്ലാവരിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം, നിന്നിലും സ്ഥിതി ചെയ്യുന്ന ഞാനാണ് എന്നുള്ളൊരു ദർശനം ഭഗവാൻ തന്നെ തരും. ആ വിവേക ബുദ്ധി ഉദിക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്തൻ സമമായിട്ടുള്ള ഭഗവാനെ എല്ലാത്തിലും കാണുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തനും ഗുണവുമില്ല ദോഷവുമില്ല, ഗുണദോഷങ്ങൾക്കും അപ്പുറം അവൻ പോകുന്നു. അതുകൊണ്ട് ഭഗവാൻ പറയാണ്, ഗുണം എന്താണ് നിനക്ക്? ഗുണദോഷ വിചിന്തനമല്ല ഗുണകരം, ഗുണദോഷങ്ങൾക്കും അപ്പുറം പോകുന്നതാണ് ഗുണകരം എന്ന് ഭഗവാൻ ഉദ്ധവനോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഗുണദോഷ ചിന്തനം എപ്പോഴാണ് വരുന്നത്? എത്രത്തോളം കാലം നമുക്ക് ദേഹത്തിൽ ഞാനാണെന്നുള്ള അഭിമാനമുണ്ടോ അത്രത്തോളം കാലം ഗുണദോഷ ചിന്തനം ഉണ്ടാവും. എന്തുകൊണ്ട്? ദേഹമാണ് ഞാൻ. ദേഹം എന്ന് പറയുമ്പോൾ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ 3 അടങ്ങും. എത്രത്തോളം കാലം ഞാൻ ഈ ദേഹമാണ് എന്നുള്ളൊരു അഭിമാനമുണ്ടോ അത്രത്തോളം കാലം ഇതെനിക്ക് ഗുണകരമാണ്, ഇതെനിക്ക് ദോഷകരമാണ് എന്നുള്ളൊരു ചിന്ത ബുദ്ധി ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ മുക്തനാകുമ്പോൾ, ഭഗവത് പ്രാപ്തിക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദേഹ അഭിമാനം പോകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ ഗുണദോഷങ്ങൾക്കും അപ്പുറം പോകുന്നു. എന്നിട്ട് ഭഗവാൻ ഫലശ്രുതി പറയാണ്, ഏവമേതാൻ മയാദിഷ്ടാൻ അനുതിഷ്ഠന്തി മേ പതഃ ക്ഷേമം വിന്ദന്തി മത്സ്ഥാനം യത് ബ്രഹ്മ പരമം വിദുഹു. ഭക്തിയോഗത്തിലൂടെയും ആ പരമപദം, ഞാനാകുന്ന പരമപദം, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയാം, പരമാത്മാ എന്ന് പറയാം, ഭഗവാൻ എന്ന് പറയാം. ആ പരമപദത്തിനെ അവരും പ്രാപിക്കും, നിങ്ങളും പ്രാപിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ നമ്മളെല്ലാവരെയും ആശ്വസിക്കുകയാണ്. ഒന്ന് മാത്രമേ വേണ്ടൂ, എന്താണ്? ഏനകേന അപി പ്രകാരേണ മനഃ കൃഷ്ണേ വിവേശയേ. അത് തന്നെയാണ് വേണ്ടത്. ഭഗവാന്റെ അടുത്തുള്ള പരമപ്രേമം ഉണ്ടെങ്കിൽ സകല ലോകത്തിൻ്റെയും നാഥനായ ആ ഈശ്വരൻ നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. പക്ഷെ ആ പ്രേമം ഉള്ളിൽ ഉദിക്കണം. ആ പ്രേമം എല്ലാവരുടെയും ഉള്ളിൽ കൂടുതൽ ദിവസം തോറും വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഭഗവാന്റെ ഒരു കീർത്തനം ചൊല്ലാം. ഏറ്റു ചൊല്ലുമല്ലോ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 വാസുദേവായ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരേ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നിർത്താം. നമ്മുടെ ജ്ഞാനാനന്ദ സരസ്വതിജിയുടെ വ്യാഖ്യാനത്തില് ഈ അധ്യായത്തില് സ്വാമിജി പറയാണ്, ഈ 3 യോഗങ്ങളും 3 പേർക്കല്ല, 3 അധികാരികൾക്കല്ല വിധിച്ചിരിക്കുന്നത്. ഒരേ ആൾക്ക് ഈ 3 യോഗവും ആവശ്യമാണ് എന്നാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ 3 വിധ ദോഷങ്ങൾ ഉണ്ടാവുന്നു എന്നാണ്. ഒന്ന് മലം, ഒന്ന് വിക്ഷേപം, ഒന്ന് ആവരണം. അപ്പൊ ഈ 3 എണ്ണവും മാറിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വം തെളിഞ്ഞു കിട്ടുള്ളൂ. എങ്ങനെയാണ് ഒരു ബക്കറ്റിലെ വെള്ളം, സൂര്യന്റെ പ്രതിബിംബം അതിന് തെളിഞ്ഞു കാണുന്നില്ല. എന്തുകൊണ്ട്? അത് കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആ ബക്കറ്റിലുള്ള വെള്ളം ചഞ്ചലമാണ്. അതിന്റെ മുകളിൽ ഒരു പായലിന്റെ ഒരു ലെയറും കൂടിയുണ്ട്. അപ്പൊ ഈ 3 എണ്ണം, ഒന്ന് മലം, മണ്ണും കല്ലും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തത് വെള്ളം അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തതോ മുകളിലുള്ള ഒരു പായല്. ഇതേ തന്നെയാണ് ഈ സ്ഥൂല ശരീരമാകുന്ന ബക്കറ്റില് സൂക്ഷ്മ ശരീരമാകുന്ന വെള്ളം, മനസ്സാകുന്ന വെള്ളത്തിൽ ആ ഭഗവാന്റെ പ്രതിബിംബം നന്നായിട്ട് തെളിയണമെങ്കിൽ എന്താ വേണ്ടേ? ഉള്ളിലെ കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകണം. രണ്ടാമത്തത് ചഞ്ചലത മാറണം, വിക്ഷേപം മാറണം. മൂന്നാമത്തത് അജ്ഞാനമാകുന്ന മറ നീങ്ങണം. ഈ 3 ദോഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 3 യോഗങ്ങളെ വിധിച്ചിരിക്കുന്നത്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം. അതുകൊണ്ട് ഈ 3 യോഗത്രയങ്ങള് എല്ലാവർക്കും ആ മോക്ഷ പദത്തിലേക്ക് എത്താൻ മാർഗങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കുറച്ചു നേരം സമയം ചെലവഴിച്ചതിന്. എൻ്റെ വാക്കുകൾ സ്വാമിജിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം